Yes, good evening, guys. Good evening, sir. എന്താ വിശേഷങ്ങള്? സുഖം തന്നെ? സുഖം സാർ. യെസ്. എവിടെ മറ്റുള്ളവരൊക്കെ എവിടെ? വീഡിയോ ഓണാവട്ടെ. ഫ്രാൻസിസ് പി എ വടക്കാഞ്ചേരി, തൃശൂർ. യെസ് ഫ്രാൻസിസ്. എന്താ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കച്ചവടമൊക്കെ എങ്ങനെ പോണു? മഴ എഫക്ട് ചെയ്യുന്നുണ്ടോ? എന്താ കാര്യങ്ങള്? കേരളം മൊത്തം മഴയാണെന്ന് കേട്ടു. മഴ നന്നായി എഫക്ട് ഉണ്ട് അല്ലേ? നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ തുടങ്ങല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ ഓരോരുത്തരുടെ കേസ് എടുത്തപ്പോ ഇങ്ങനെ കുറെ ഡിലേ വന്നു. അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ ഇപ്പൊ തന്നെ സംസാരിച്ചു തുടങ്ങാം. അപ്പൊ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം അല്ലെ? ഇന്നത്തെ ടോപ്പിക് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രോസ്പെക്ടിങ്. കസ്റ്റമറെ കണ്ടുപിടിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം, എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്ന് വീഡിയോ ഒക്കെ നോടാവട്ടെ. കമോൺ, ഓരോരുത്തരായിട്ട് വീഡിയോ ഒക്കെ ഓണായി വരട്ടെ. ഗുഡ് ഈവനിങ് ജുഹൈന. അതാണ്, അങ്ങനെയാണ് ക്യാമറ വെക്കുക. ക്യാമറ എപ്പോഴും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട്, എന്താ പറയാ, ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കണം. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? സെറ്റല്ലേ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, നമ്മളൊന്നും കേൾക്കുന്നില്ല. ഇങ്ങോട്ടൊന്നും എന്റെ സൗണ്ടിന്റെ പ്രശ്നമല്ലല്ലോ. സുഹൈനയുടെ ശബ്ദം മാത്രം, അനീഷിന്റെ ശബ്ദം മാത്രം. നമ്മൾ ഇത്രയും ദിവസം ഇപ്പൊ എത്രാമത്തെ ദിവസം? ആറാമത്തെ അല്ലെ? ഏഴാമത്തെ ദിവസം വരെ പഠിച്ചിട്ട്, അതെ, 7ാമത്തെ ദിവസം വരെ ഇരുന്നിട്ട് ഒരാഴ്ചയായി. ഇനി 2 ആഴ്ച കൂടി. 7ാമത്തെ ദിവസം വരെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുതരോ? ആരേലൊക്കെ ഒന്ന് പറയാപ്പാ. ഇന്നലെയൊക്കെ വന്ന് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഇന്ന് വന്ന് ജോയിൻ ചെയ്യുന്നവര് ഉണ്ട് പുതുതായിട്ട്. താഹിറെ, ചാവക്കാടൊക്കെ എല്ലാവർക്കും സുഖം തന്നെ? ചാവക്കാട് സുഖം. വെള്ളത്തിന്റെ പ്രശ്നം ഭയങ്കരമാണ്. മഴക്കാലത്ത് വെള്ളത്തിന്റെ പ്രശ്നം. വീടിന്റെ പരിസരത്തൊക്കെ ഫുൾ വെള്ളം കെട്ടി ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോ. ആ പ്രളയത്തിന് ശേഷം ഇപ്രാവശ്യമാണ് ഇതുപോലത്തെ ഒരു സീൻ ഉണ്ടായിരിക്കുന്നത്. ശരി. വീട്ടിൽ തന്നെയാണോ അതോ ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ടോ? ഇല്ല, ഷോപ്പ് ഓപ്പൺ ആണ്. സ്റ്റാഫിനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്തു. ഞാൻ ഇന്ന് പോയിട്ടില്ല. കാരണം ചുറ്റോടത്തെ വെള്ളം ഒരു ഡാമേജ് ആയ വെള്ളങ്ങളാണ് കംപ്ലീറ്റ് വന്ന് എടുക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ട്. സൈദിക്കാങ്ങൾ തല കുത്തിയിട്ടാ നിൽക്കണം. നേരക്ക് വെക്കി. നിങ്ങൾ ഈ പ്രായത്തിൽ തല കുത്തി നിൽക്കാൻ പറ്റൂല, സമ്മതിക്കൂല. അപ്പൊ ശരി. ബാക്കി എങ്ങനെയുണ്ട് മഴയൊക്കെ? ജുഹൈന, എടപ്പാൾ എങ്ങനെയുണ്ട്? നല്ല മഴ. കോയമ്പത്തൂർക്കുണ്ടോ അനീഷേ? ഇവിടെ കമ്മിയാണ് സർ. ബാംഗ്ലൂർ തീരെ ഇല്ല. ബാംഗ്ലൂർ തണുപ്പാണ് ഇപ്പോ. ഗൾഫിലോ കമറുദ്ദീൻ മഴയുണ്ടോ? 2 മലയാളികളെ ആദ്യം കണ്ടു കിട്ടി. ആദ്യം ചോദിക്കാത്ര മഴ ഉണ്ടോന്ന് ചോദിക്കുക.
നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട് എന്നല്ലേ? വേണേ കുറച്ച് തണുപ്പ് മഴയൊക്കെ ഇവിടുന്ന് കൊണ്ടേക്കുള്ളൂ. ഉം. ആ ഓക്കെ. ഇതില് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ഒരു 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 ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഒരു ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോ ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരൊന്ന് ഐ എന്നിടുമോ? ഐ അതിലേക്ക് ഒന്നിൽ കൂടുതൽ ഒരു 10 സ്റ്റാഫിന്റെ ഉള്ളിലുള്ളവരൊരു ടി ഇടോ? ടി അതിൽ കൂടുതലുള്ളവർ എന്താ വേണ്ടത്? എം ഇട്ടാൽ മതി. ഞാൻ മാത്രമേ ഉള്ളൂ എന്നവർ ഐ ഇടുക, 10 സ്റ്റാഫിന്റെ ഉള്ളിലുള്ളവർ ടി ഇടുക, അതിന് മുകളിലുള്ളവർ 10ന് മുകളിലുള്ളവർ എം ഇടുക. എന്നിട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി. ഓക്കെ, 10 സ്റ്റാഫിന്റെ ഉള്ളിലുള്ളവർ കമറുദ്ദീൻ ടി ആണ്, ഡി അല്ല ടി ആണ് ഞാൻ പറഞ്ഞത്, കുഴപ്പമില്ല. ഓക്കെ, ബാക്കി എല്ലാവരും ഒന്നാണ്. ഐ ഐ ഐ ഐ ടി. ആരും എം ഇല്ല അല്ലേ? 10 സ്റ്റാഫിന് മുകളിലുള്ളവരില്ല. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും രീതി കാണുന്ന രീതികൾ മാറി പിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോ നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ ആരാണെന്ന് പറയുക. ഇന്നലെ നമ്മൾ പിടിച്ച പോയിന്റുകളൊക്കെ ഒന്ന് ആരാ സംസാരിക്കുക എന്ന് പറഞ്ഞ്. രുഹൈന, ഞാൻ നിനക്കൊരു ഡ്യൂട്ടി തരട്ടെ. നാളെ ഞാൻ നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ലിസ്റ്റ് അയച്ചുതരാം. ഇവിടെ അറ്റൻഡ് ചെയ്തവരുടെ ലിസ്റ്റ് അയച്ചുതരാം. നമ്മുടെ ക്യാപ്റ്റന്മാർ അന്ന് തീരുമാനിച്ചിരുന്നല്ലോ, ആ ക്യാപ്റ്റന്മാരെ വെച്ചിട്ട് ഒന്ന് താൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഓരോ ക്യാപ്റ്റന്മാർക്കും ഒരു 5-10 പേരെ വെച്ചിട്ട്, ഇപ്പൊ 50 പേര് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആവറേജ് ഒരു 40 പേരൊക്കെ ഉണ്ട് അല്ലേ? ഒരു ഗ്രൂപ്പ്, ഒരാൾക്ക് ഒരു 5 പേരോ 7 പേരോ 8 പേരോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 5 പേരെ ഗ്രൂപ്പ് ഉണ്ടാക്കണം. നമുക്ക് പുതിയ മത്സരങ്ങളൊക്കെ കൊണ്ടുവരണം. എങ്ങനെയുണ്ട് കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ, പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ, ഒരു ക്വിസ് കോമ്പറ്റീഷനോ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷനൊക്കെ വെച്ചാലൊന്നും ഉഷാറാവും. രാവിലത്തെ ബ്രേക്ക്ഔട്ട് റൂം കൊടുക്കാം. ബ്രേക്ക്ഔട്ട് റൂം കൊടുക്കുക അല്ലേ? എന്നിട്ട് ബ്രേക്ക്ഔട്ട് റൂം കൊടുത്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതൊരു നല്ല പരിപാടിയാണ്. ഒന്ന് നാളെ ഒന്ന് നിഷയുടെ അടുത്തുനിന്ന് ലിസ്റ്റ് മേടിക്കണം. ഓക്കെ, അപ്പൊ ഒന്നൊന്ന് വെച്ചിട്ട് നമുക്ക് ക്യാപ്റ്റന്മാരാന്ന് നമ്മൾ പറഞ്ഞത്. ആരൊക്കെ പറഞ്ഞത്? അനീഷ്, പിന്നെ ആരൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? നിന്റെ ലിസ്റ്റ് ഉണ്ടോ? പിന്നെ വിനോദ് സാർ പറഞ്ഞു, വിനോദ്, സിജോ സാർ, അനീഷ് മാധവൻ സാറ്, സിജോ അന്ന് പോയത് അതുവരെ വന്നിട്ടില്ല പിന്നെ കേട്ടോ. പിന്നെ ബാബു സാറ്. ശരി, 1-2 ക്യാപ്റ്റന്മാരെയും കൂടി നമുക്ക് പിക്ക് ചെയ്യാം. ആർക്കാ ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുള്ളവരെന്ന് പറഞ്ഞ്. ഗ്രൂപ്പ് ലീഡേഴ്സ് അടുത്ത 2 ആഴ്ച നമ്മുടെ ഗ്രൂപ്പിനെ നമ്മൾ നയിക്കണം. ഒന്ന് പറഞ്ഞേ. നല്ല ക്യാപ്റ്റന്മാർക്ക് നല്ല സമ്മാനങ്ങൾ. ആയിക്കോട്ടെ, ലേഡിയാണോ വേണ്ടേ? ആരാ ലേഡീസ്? ആരാ ക്യാപ്റ്റൻ ആവുക? ലേഡീസ് കാണട്ടെ, നിങ്ങളുടെ ലീഡിങ് കപ്പാസിറ്റി ഒന്ന് കാണട്ടെ ഞാൻ. ആർക്കാവാൻ പറ്റും പറ? കുറേ ലേഡീസ് ഉണ്ട് ഇവിടെ. ആരെയൊക്കെ ഏറ്റെടുക്കപ്പാ, ഇതൊക്കെ ഒരു അവസരമല്ലേ? ജുഹൈന, ആരും എടുക്കുന്നില്ല ജുഹൈന. ഇതൊക്കെ മോശമാണ്. ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഇവരെ എങ്ങനെ അറിയോ, ഈ എപ്പോഴും ബാക്ക് ബെഞ്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമാണ്. ഫ്രണ്ട് ബെഞ്ചിക്ക് ഇപ്പോഴും ആരും വരുന്നില്ല. പണ്ട് പഠിക്കണ കാലത്ത് തന്നെ. സിന്ധു ആരാ? സിന്ധുലതയാണോ ഉദ്ദേശിക്കുന്നത്? സൂരജ്, സിന്ധുലതയ്ക്ക് ഞാൻ അപ്പുറത്തൊരു പണി കൊടുത്തിട്ടുണ്ട്. വിജി മാമിനാക്കിയാലോ? വിജി മാമിനെ നമുക്കൊരു റെഡി ആവല്ല, അങ്ങനെ കൊടുക്ക. പണ്ട് അങ്ങനെ ടൈമില്ല. നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല. ഇവിടെ ഇങ്ങനെ കറണ്ട് വന്നും പോയി നിൽക്കുകയാണേ. ഞങ്ങൾക്ക് കുറച്ച് ക്യാപ്റ്റന്മാരെ വേണം. ഒരു 2-3 ക്യാപ്റ്റന്മാരെ കൂടി വേണം. മാക്സിമം സ്ത്രീകളെ വേണം എന്നുള്ളതാണ് താല്പര്യം. 5 ആണുങ്ങളെ ഞങ്ങൾ ക്യാപ്റ്റന്മാരാക്കി. നിങ്ങൾ ഈ മറ്റേ സ്ത്രീ സംവരണം വേണം പറഞ്ഞിട്ട് സ്ത്രീകളൊന്നും മുന്നോട്ട് വരുന്നില്ല. ഇനിയിപ്പോ നമ്മൾ നാട്ടിൽ മറ്റേ 50% പഞ്ചായത്ത് ഇലക്ഷൻ ആക്കിയ പോലെ ഞങ്ങൾ പിടിച്ചിട്ട് ആരെങ്കിലും പിടിച്ച് നിർത്തേണ്ടി വരുമോ ലേഡീസിനെ ക്യാപ്റ്റന്മാരാക്കിയിട്ട്? സിന്ധു ആരാ സൂരജ് ഉദ്ദേശിച്ചത്? സിന്ധു കുമാരിയാണോ?
സൂരജ് മിണ്ടുന്നില്ല. ശരി, അപ്പം തുടങ്ങാം. ഓക്കെ. അതെ, സിന്ധുകുമാരി ആരാ? നിന്റെ പരിചയമുള്ള ആളാണല്ലോ. അമ്മയാ. അതാണ് ഇത്ര വലിയ ആയിട്ട് പുഷ് ചെയ്യുന്നത്. അമ്മയാണ്. ഓക്കെ 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 ഓക്കെ. അല്ല, എന്നെ പിടിച്ചാക്ക് സുഹേന. നമ്പർ സൂരജിന്റെ അടുത്ത് മേടിച്ചേര്. കേട്ടോ. സിന്ധുകുമാരി എവിടെ? സിന്ധുകുമാരി ഉണ്ടോ ഇവിടെ? മിണ്ടുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണോ സംസാരിക്കാൻ? മുങ്ങിയ ആണല്ലേ? അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തോ, അറിയില്ലായിരിക്കും. ഉണ്ട് സാർ, ഉണ്ട്. ഉണ്ട്. അപ്പൊ മകൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മയെ ലീഡർ ആക്കണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ലീഡർ ആക്കാൻ പോവാണ്. ഇല്ല, നാളെ ആക്കി കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മാറ്റാൻ പറ്റില്ല. എഴുതി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്നാ. ശരി, അതാ ഒയ്യൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വരിക. നമ്മുടെ നാട്ടിലെ ആളുകൾ, ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഒരു പോളിസി ഞാൻ പറഞ്ഞുതരാം. അത് പലർക്കും അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വീട്ടിൽ പൈസ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ കയ്യിൽ കാശ് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സ്ത്രീകളുടെ കയ്യിൽ കാശ് വേണമെങ്കിൽ അവർക്കൊരു കൃത്യമായിട്ടുള്ള വരുമാന മാർഗം, അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. എന്നാൽ നമ്മുടെ വീടുകളിൽ കാശ് ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. വീടുകളിൽ കാശുണ്ടായാൽ മറ്റേ സലീകുമാർ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ നാട്ടിൽ മുഴുവൻ കാശുണ്ടാവും, അത്യാവശ്യം നമ്മുടെ നാട് നന്നാവും എന്നുള്ള അഭിപ്രായക്കാരനാണ് അല്ലേ? അപ്പൊ അവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സ്ത്രീകളെയാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ കൊണ്ടുവന്ന് പ്രോഗ്രാമിൽ ആളുകളെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കും. ഇന്നലത്തെ ആരാ സംസാരിക്കുന്നത്? വേം പറ. യുഹേന ഒരാളെ സെലക്ട് ചെയ്തോ? പറഞ്ഞോ, നമുക്ക് അങ്ങോട്ട് വിളിക്കാം. താഹിർ ഇന്നലെ ഉണ്ടായിരുന്നോ? ഉണ്ണിക്കുട്ടി സാർ അല്ലേ എഴുതിയേണ്ടത്? ഉണ്ണിക്കുട്ടി സാർ പറയട്ടെ. ഉണ്ണിക്കുട്ടി സാറേ, ഇന്നലെ കിട്ടിയ പോയിന്റ് മെയിനായിട്ട് എങ്ങനെയാണ് നമ്മളെ കസ്റ്റമറെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നലെ ടോപ്പിക് ഉണ്ടായിരുന്നത്. അതില് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് 1-2 കാര്യങ്ങള്. നമ്മളൊരു പാർട്ട്ണർ, ഒരു ജോലിക്കാരനാണ് എങ്കിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ഒരു ബിസിനസ്സിനെ ഒരു ജോലിയായിട്ട് കാണുകയാണെങ്കിൽ, ഒരു പാർട്ട് ടൈം ആയിട്ട് കാണുകയാണെങ്കിൽ 1-2 മണിക്കൂർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ യഥാർത്ഥ ഒരു ബിസിനസ്, ഒരു വലിയ വരുമാനത്തിലേക്ക് ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് ആണ് എങ്കിൽ 24 hours അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാര്യം, ഒരു പോയിന്റ് എനിക്ക് ഇന്നലെ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് വിജയിക്കാതിരിക്കാനുള്ള, ക്ലോസ് ആവാതിരിക്കാൻ, ബിസിനസ് നമ്മളെ സെയിൽസ് ക്ലോസ് ആവാതിരിക്കാനുള്ള ഒരു 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമർ 5 വിധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. ന്യൂ കസ്റ്റമർ, റിപ്പീറ്റ് കസ്റ്റമർ, ക്ലയന്റ് കസ്റ്റമർ, അഡ്വക്കേറ്റ് കസ്റ്റമർ, അംബാസിഡർ കസ്റ്റമർ, ഇങ്ങനെ ഒരു 5 കസ്റ്റമറെ ഇന്നലെ വ്യത്യസ്തമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ക്ലോസ് ആവാതിരിക്കാനുള്ള ഒരു 5 കാരണം: ക്യാഷ് ഇല്ലാതിരിക്കുക, സമയമില്ലാതിരിക്കുക, ആവശ്യമില്ലാതിരിക്കുക, അർജന്റ് ഇല്ല, വിശ്വാസമില്ല. ഇങ്ങനെ ഒരു 5 കാരണങ്ങൾ അതിനും പറഞ്ഞിരുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ എനിക്ക് കിട്ടിയ പോയിന്റുകൾ. നല്ല കാര്യം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതല്ലാത്ത പോയിന്റുകൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കസ്റ്റമർ ഏത് ഗ്രൂപ്പിലാണെന്നും അത് ഏജ് ലിമിറ്റിൽ വരുന്നവരാണെന്നും ഒരു ബൈയിങ് പർച്ചേസ് എത്ര ഉള്ളവരാണെന്നും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് റൈറ്റ് കസ്റ്റമറെ കണ്ടെത്താൻ കഴിയുക. ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളിന്ന് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സെയിൽസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആർക്കാ സെയിൽ ചെയ്യണത്? നമ്മുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആർക്കാ സെല്ല് ചെയ്യാം? നമ്മൾ നമ്മുടെ കസ്റ്റമർക്കാണ് സെല്ല് ചെയ്യുക, ആണല്ലോ. ഓക്കെ, ഈ കസ്റ്റമർക്ക് നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് സെല്ല് ചെയ്യണമെങ്കിൽ ഒരു ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, ആ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവറിത്തിങ് ഓൺ ദ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കേട്ടോ, ഓർമ്മ ഉണ്ടോ? നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ബേസിക്കലി സെയിൽസ് തീരുമാനിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ബേസിക്കലി ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്,
നമ്മൾ സെയില് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ എങ്ങനെ ഇരിക്കണം, എന്തൊക്കെയാണ് കസ്റ്റമർ സെയിൽസ് നടക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ? ഉണ്ടോ? യെസ്. അപ്പോ നിങ്ങൾ ഒരു കസ്റ്റമറുടെ മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയാണെന്ന് കരുതുക. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ കാണുന്നതാണ് കസ്റ്റമർ. ഓക്കെ, ഇതാണ് കസ്റ്റമർ, ഇത് കസ്റ്റമറാണ്, ഇത് കസ്റ്റമറുടെ തലച്ചോറാണ്, ബ്രെയിൻ ആണ്, ബ്രെയിൻ. അപ്പോ നമ്മളൊരു കാര്യം കസ്റ്റമറുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് ആദ്യം ഉണ്ടാവുക ഭയമാണ്. ഭയം. ക്ലിയർ ആണോ? ഭയമാണ്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവൻ ആദ്യം ഉണ്ടാവുന്നത് പേടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പേടി ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം അവനോട് സംസാരിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഈ പേടിയെ മാറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. ഒരു കസ്റ്റമറോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ പേടി മാറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ പേടി മാറിയ കസ്റ്റമർ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റിനെയോ നമ്മളെയോ വിശ്വസിക്കുള്ളൂ. വിശ്വസിക്കുള്ളൂ. ഓക്കെ. കസ്റ്റമറെയോ നമ്മളെയോ വിശ്വസിക്കണം. അപ്പൊ തലച്ചോറിൽ ആദ്യത്തെ ഭാഗം, ഈ ഫിയർ എന്ന് പറയുന്ന ഭാഗം ഇപ്പൊ ചുവന്ന് കിടക്കാണ്, ഒരു സിഗ്നല് കിടക്കുന്ന പോലെ റെഡിൽ കിടക്കാണ്. അപ്പൊ ഈ റെഡ് കിടക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നേരെ ഗ്രീൻ ആക്കണം. ഗ്രീൻ ആക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, നേരെ പച്ച കത്തിച്ചു കൊടുക്കണം. പച്ച കത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് ബേസിക്കലി ആ ഭാഗം ഫിയർ മാറുള്ളൂ. ഫിയർ മാറ്റുക അല്ലെങ്കിൽ ആ ഭാഗത്ത് ഗ്രീൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. നമ്മളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫിയർ മാറ്റുക എന്നുള്ളതാണ്. അപ്പോ ഫിയർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവന് നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ബിലീഫ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവണം. ഈ ട്രസ്റ്റ് ക്ലിയർ ആവാൻ അവന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ട്രസ്റ്റ് പ്രശ്നം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ആണ്, റേറ്റ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയി കഴിഞ്ഞാലാണ് അവന് നിങ്ങളിൽ വിശ്വാസം വരുള്ളൂ. അവന്റെ ബഡ്ജറ്റിന് പറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അവന് ബഡ്ജറ്റിന് പറ്റിയ കാര്യങ്ങൾ വിശ്വാസം വന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു വിശ്വാസം വരും നിങ്ങളുടെ പ്രൊഡക്റ്റിലും നിങ്ങളിലും. അപ്പോ ഇതും ക്ലിയർ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷനാണ്. നിങ്ങളുടെ ആ പ്രൊഡക്റ്റിനോടുള്ള ഇമോഷൻ കൊണ്ട് മാത്രമേ എന്ത് നടക്കുള്ളൂ? ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനോടുള്ള ഇമോഷൻ കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളോടുള്ള ഇമോഷൻ കൊണ്ട് മാത്രമേ ഒരു കസ്റ്റമർ വാങ്ങുള്ളൂ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം ഇപ്പൊ എത്ര പേര് വന്നിട്ടുണ്ടാവും? എത്ര പേര് വന്നിട്ടുണ്ട്? ഇപ്പൊ 40-45 പേര്. എത്ര പേരുണ്ട്? കാണാനില്ല. ഓക്കെ, എത്ര പേരായിക്കോട്ടെ, ഇത്രയും പേര് 42 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഈ 42 പേരിൽ കുറെ പേര് ഇന്നലെ വന്നവരും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവരുമാണ്. ഇന്നും ഈ 9 മണിക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ടന്റ് കൊണ്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇമോഷണലി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഒന്നില്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്ന കണ്ടന്റിനോട് ഇഷ്ടപ്പെടുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വീണ്ടും വീണ്ടും വാങ്ങാനോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനോ ആർക്ക് ഇഷ്ടപ്പെടുള്ളൂ? ആർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ? കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിൽസ് പ്രോസസ്സിൽ നമ്മൾ ആദ്യം ഫിയറിനെ മാറ്റണം, അത് കഴിഞ്ഞാൽ ബിലീഫിനെ മാറ്റണം, അത് കഴിഞ്ഞാൽ ഇമോഷനെ മാറ്റണം. ഈ 3 കാര്യങ്ങളും ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങൂ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത് കസ്റ്റമറുടെയാണ്. ഇപ്പുറത്ത് കിടക്കുന്നത് സെയിൽസ്മാന്റെ ആണ്. സെയിൽസ്മാന്റെ ബ്രെയിൻ ആണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സെയിൽസ്മാൻ, ഇപ്പൊ നിങ്ങളല്ലാന്ന് വെക്കാം, ഒരു സെയിൽസുകാരൻ, നിങ്ങളുടെ എംപ്ലോയി ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഇവൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എവിടേക്ക്? ഈ പറയുന്ന കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈ കസ്റ്റമറുടെ പേടി മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം അവന്റെ പേടി മാറണം, എംപ്ലോയിയുടെ പേടി മാറണം, അല്ലെങ്കിൽ നമ്മുടെ പേടി മാറണം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയിയുടെ പേടി മാറണം. അതേപോലെ തന്നെ അവന് നമ്മുടെ പ്രൊഡക്റ്റിൽ ബിലീഫ് ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം, ട്രസ്റ്റ് ഉണ്ടാവണം. ക്ലിയർ ആണോ?
ആണോ? മൂന്നാമത്തത് എന്തുണ്ടാവണം? അവന് നമ്മുടെ പ്രൊഡക്റ്റിനോട് ഇമോഷണലി അറ്റാച്ച്മെന്റ് വരണം, താല്പര്യം വേണം, ഇഷ്ടം വേണം നമ്മളോട്, നമ്മുടെ പ്രൊഡക്റ്റിനോട്, നമ്മുടെ കമ്പനിയോട്. ഇത് നമ്മൾ മൂന്നും എന്തുണ്ടാവണം? ഈ താല്പര്യം ഉണ്ടാവണം. അപ്പൊ ഈ 3 കാര്യങ്ങളും ക്ലിയർ അല്ലാത്ത ഒരു സെയിൽസ്മാന് ഒരിക്കലും അവന്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിൽ എവിടെയോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇന്നലെ എനിക്ക് ആളുടെ പേരറിയില്ല, ഓർമ്മയില്ല, എന്താ പേര് പറഞ്ഞു, നമ്മുടെ ഇന്നലെ ഗീയുടെ നെയ്യ് വിൽക്കുന്ന ഒരു ആളെ സംസാരിച്ചു, പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോ നെയ്യ് വിൽക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹമല്ല പോയിരുന്നത്, എംപ്ലോയീസ് ആണ് പോണത്, അവിടുന്ന് പ്രൈസിന്റെ പ്രശ്നമുണ്ട് സാർ. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന എംപ്ലോയിക്ക് ഈ ബിലീഫ് എന്ന് പറയുന്ന സാധനം, അതായത് ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഇതിന്റെ ക്വാളിറ്റി, ഇത്രയും റേറ്റിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇതുവരെ വന്നിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവന് നിങ്ങളുടെ പ്രൊഡക്റ്റിനോടുള്ള ഒരു ഇമോഷൻസ്, ഇതിനുള്ള റേറ്റ് ഉണ്ട്, ഇത് നല്ല സാധനമാണ് എന്നുള്ളൊരു ഇമോഷൻ വന്നിട്ടുണ്ടായിരിക്കില്ല. ഇതായിരിക്കും കാരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ബിസിനസ് ഓണർ, നിങ്ങളാണെങ്കിലും നിങ്ങളുടെ കസ്റ്റമർ ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിന് പ്രോപ്പർ ആയിട്ടൊരു ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. ഏതൊരു എംപ്ലോയി വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന 3 കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ട്രെയിനിങ് നിങ്ങൾ കൊടുക്കണം. പലപ്പോഴും ബിസിനസ്സുകാർ ട്രെയിനിങ് കൊടുക്കാറില്ല. ആദ്യം അവനവൻ എടുക്കാറില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല. ഇപ്പൊ പറയട്ടെ, MLM-ന്റെ ഒക്കെ കുറെ പേരുണ്ടാവുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാ സെയിൽസ് നടക്കാത്ത അറിയും ഉണ്ണിയൻകുട്ടി? അതിന് പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ പേടിയൊന്നും ഉണ്ടാവില്ല. എന്തിനോട്? പ്രൊഡക്റ്റിനോട്. പ്രൊഡക്റ്റ് മോശമാന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇമോഷൻ വന്നിട്ടുണ്ടായിരിക്കില്ല. ബേസിക് ആ പ്രൊഡക്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള ഒരു വിശ്വാസം വന്നിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു ഇമോഷൻ വന്നിട്ടുണ്ടായിരിക്കില്ല. ഈ ഇമോഷൻ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർ ആയിട്ട് കസ്റ്റമർക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ സെയിൽസ് പ്രോസസ്സിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം തുടങ്ങണം. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട് സെയിൽസ് ഒക്കെ എന്ത് പഠിക്കാനുള്ളത്, സെയിൽസ് ഒക്കെ നമ്മൾ എത്ര കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ? പക്ഷെ അതുപോലെ തന്നെ MLM കമ്പനികൾ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന കാര്യം പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ തരും, നമുക്ക് നല്ല നോളജ് തരും, പ്രൊഡക്റ്റ് നോളജ് ഒക്കെ. പക്ഷെ അവിടെ ഈ ഒരു പറയുന്ന സൈക്കോളജി, ഇത് NLP എന്ന് പറയാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, നമ്മുടെ ബ്രെയിൻ ടു ബ്രെയിൻ സെയിൽസ് ആണ് നടക്കുന്നത്. തലച്ചോറിൽ നിന്ന് തലച്ചോറിലേക്കാണ് സെയിൽസ് നടക്കുന്നത്. ഓക്കെ, പക്ഷെ ഡിസിഷൻ എടുക്കുന്നത് ഹൃദയം കൊണ്ടാണ്. അതാണ് സെയിൽസിന്റെ ഒരു പ്രത്യേകത. നമ്മൾ തലച്ചോർ ടു തലച്ചോറ് നമ്മൾ കച്ചവടം നടത്തുകയും പക്ഷെ ഡിസിഷൻ എടുക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഏത് സെയിൽസ് നടക്കുന്നതിന് ഹൃദയം കൊണ്ടാണ്. ക്ലിയർ ആണോ? അപ്പോ ബേസിക്കലി ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പരിപാടി നിങ്ങൾ നിങ്ങളുടെ ടീമിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ബോധിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പേടി മാറ്റണം, വിശ്വാസത്തെ കൊണ്ടുവരണം, ഇമോഷനിൽ കൊണ്ടുവരണം. ഉണ്ണിക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ തുടങ്ങിയ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയത് ഓർമ്മയുണ്ടോ? ഞാനന്ന് ഭയങ്കര കൂളായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ ഒരാളെയും വല്ലാണ്ട് ജാട പിടിച്ച്, അന്ന് എനിക്ക് വേണമെങ്കിൽ എന്താ, പലരും ആദ്യമായിട്ട് കാണാണ്, വേണമെങ്കിൽ വന്നിട്ട് കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് കാണാം. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഭയങ്കര ടൈയൊക്കെ കെട്ടിയിട്ട് നിന്ന് ക്ലാസ് ഒക്കെ എടുക്കും, ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് ക്ലാസ് എടുക്കാം, വേണമെങ്കിൽ ചെയ്യാം. അത് കാണുമ്പോൾ തന്നെ അയ്യോ എന്തോ സംഭവിക്കുന്നു ഇവിടെ, ഭയങ്കര ടെൻഷനാവും, പേടിയാവും. ആളുകൾക്ക് പകുതി പേര് അപ്പം തന്നെ വണ്ടി കണ്ടം വഴി ഓടും. ചിലര് എന്താണ് സംഭവം കണ്ടന്റ് കേൾക്കുന്നത്, ഒരാൾ വീഡിയോ ഓണാക്കാൻ തയ്യാറാവില്ല. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൂടെ നിങ്ങളെ ചെയ്തത് കണ്ടന്റ് തരുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എന്നോടുള്ള പേടി മാറ്റുകയാണ് ചെയ്തത്. ആണോ? പേടി മാറ്റി. അതോട് കൂടിയിട്ട് ഞാൻ അടുത്തത് ചെയ്തത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ്, ഈ കണ്ടന്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും എന്നുള്ള വിശ്വാസം കൊണ്ടുവന്നു. ആണോ? ഇപ്പോ ഉണ്ണിൻകുട്ടി കണ്ടന്റ് മാത്രം നോക്കിയിട്ടാണോ വരണത്? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വിജയ് ആണെങ്കിലും ആരാണെങ്കിലും കമറുദ്ദീൻ ആണെങ്കിലും ഹസീന ആണെങ്കിലും മനോജേട്ടനാണെങ്കിലും, മനോജേട്ടനൊക്കെ എന്റെ എന്തോരം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മനോജേട്ടനും അറിയില്ല, എനിക്കും അറിയില്ല. പിന്നെ എന്താ വരണത്? ഇതൊക്കെ മനോജേട്ടൻ ചിലപ്പോൾ പലവട്ടം പഠിച്ചതാവും. എന്തുകൊണ്ടാ വരുന്നത്? ഒന്നുമില്ല, എന്നോടുള്ള ഇമോഷനാ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ജുഹൈന കഴിഞ്ഞ 1 വർഷമായിട്ട് 10,325 ക്ലാസ് എൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് രാവിലെ. അതല്ലാതെ എത്രയോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് 500 ക്ലാസ് എങ്കിലും ജുഹൈന അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും ഇന്നും വൈകുന്നേരം മക്കളെ കടത്തി ഉറക്കിയിട്ട് വന്ന് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ ജുഹൈനയ്ക്ക് ഇഷ്ടപ്പെട്ടും അല്ലെങ്കിൽ പറ്റും, ഗുണമുണ്ടാവും എന്നുള്ള തോന്നലും ആ ഇമോഷനും കൊണ്ടാണ്. ഇതാണ് ബേസിക്കലി നിങ്ങൾ ഏത് പ്രസന്റേഷനിലും നിങ്ങളുടെ സെയിൽസ് പ്രസന്റേഷനിലും അവതരിപ്പിക്കേണ്ടത്.
അതിന് പകരം എൻ്റെ കയ്യിൽ OnePlusന്റെ പുതിയ ഫോൺ ഉണ്ട്. ഈ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെക്നോളജി, അതിന്റെ ക്യാമറ, അതിന്റെ ലൈറ്റ്, അതിന്റെ അത് ഇത് ഇങ്ങനെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഭ്രാന്താവും. കമറുദ്ദീൻ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, താങ്കളുടെ ഷോപ്പിൽ കച്ചവടം നടക്കുന്നതിൽ 80% വേണ്ട 65% കച്ചവടം നടക്കുന്നതും നിങ്ങളോടുള്ള ബന്ധം കൊണ്ടോ നിങ്ങളുടെ കടയോടുള്ള അവരോടുള്ള ബന്ധം കൊണ്ടോ ബ്രാൻഡിനോടുള്ള താല്പര്യം കൊണ്ടോ ആയിരിക്കും. ബാക്കി 35% നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഫീച്ചർ, അതുകൊണ്ട് ഇതുകൊണ്ട് അത് എന്നൊക്കെ പറയുള്ളൂ. ആണോ? ബേസിക്കലി നിങ്ങൾ മനസ്സിലായിക്കോളൂ, ഏതൊരു കസ്റ്റമറും 18 വയസ്സ് കഴിഞ്ഞവരായിരിക്കും മിക്കവാറും നിങ്ങളുടെ കസ്റ്റമർ. കാരണം അവനാണല്ലോ മരുന്നായിട്ട് കാശ് ചെലവാക്കാൻ വേണ്ടി വരുന്നത്. 18 വയസ്സ് കഴിഞ്ഞവന് 2 സ്വഭാവമുണ്ട് ബേസിക്കലി. ഒന്ന്, അവൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് വാട്ട് ഇറ്റ് ഇൻ ഫോർ മീ, WIIFM, വാട്ട് ഇറ്റ് ഇൻ ഫോർ മീ, എനിക്ക് എന്ത് കിട്ടും എന്ന് മാത്രം നോക്കിയിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന പലരും 100% ആളുകളും ഇവിടെ വരുന്നതിന് കാരണം എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. അത് ചിലപ്പോൾ ശ്രീജിത്ത് സാറോട് സംസാരിക്കാനുള്ള അവസരമായിരിക്കാം, ചിലപ്പോൾ ശ്രീജിത്ത് പറയുന്ന കണ്ടന്റിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം, ചിലപ്പോ അത് ബിസിനസ്സിൽ ഉപകാരപ്പെടുന്നതായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ശ്രീജിത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ വരുന്നില്ല. ശ്രീജിത്ത് വന്നിട്ട് 10 ആളെ കൂട്ടിയിട്ട് ആരെങ്കിലും വിളിച്ചു കൂട്ടിയിട്ട് ഇതേ ആളെ എണ്ണം തയ്ക്കണം വരുമുണ്ടോ എന്ന് പറയാറില്ല. പറയോ ഞാൻ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അതാണ് ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടല്ല. അതിന് കാരണം എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ട് വരുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന 100% പേരും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്നവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്, എനിക്ക് എന്ത് കിട്ടും. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ കസ്റ്റമറും അവന് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടാണ് വരുന്നത്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഞാൻ ഇവിടെ കട നടത്തുന്ന അന്ന് തുടങ്ങിയതാണ്, എന്റെ ഷോപ്പ് ഇങ്ങനെയാണ്, എന്റെ പ്രൊഡക്റ്റിന് ഇന്ന ഫീച്ചർ ഉണ്ട്. ഒരു കാര്യമില്ല. അവൻ എന്താണ് അതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് അവൻ തീരുമാനിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഫീച്ചറിനേക്കാൾ, ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കാര്യങ്ങൾ, ഫീച്ചറിനേക്കാൾ അതിന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ നിങ്ങൾ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഔട്ട്കമ്മിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിയാൽ ഇന്ന കാര്യങ്ങൾ ലഭിക്കും എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റിന് ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല. മനോജേട്ടൻ ചക്കപ്പൊടി സെല്ല് ചെയ്യുന്ന സമയത്ത് മനോജേട്ടൻ പറഞ്ഞ ഇതിൽ ഫൈബർ ഉണ്ട്, ഈ ഫൈബർ ഷുഗറിന് നല്ലതാണ്, അല്ലെങ്കിൽ ചക്കപ്പൊടി നല്ല പച്ച ചക്ക ഞാൻ വെട്ടിയിറക്കിയതാണ്, നിലത്ത് വീഴാണ്ട കൊണ്ടുവന്നതാണ്, എന്നിട്ട് എന്റെ വീട്ടിലുണ്ടാക്കിയതാണ്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ചക്കപ്പൊടി കഴിച്ചാൽ എനിക്ക് എന്ത് കിട്ടും. അപ്പൊ അവിടെ മനോജേട്ടൻ പറഞ്ഞ എന്താണ്, ഈ ചക്കപ്പൊടി കഴിച്ചാൽ ഷുഗർ മാറും. ഷുഗർ രോഗികൾ ഇത് കഴിച്ചാൽ ഷുഗർ മാറുമെന്നല്ല, ഭക്ഷണത്തിൽ ഫൈബറിന്റെ കണ്ടന്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഷുഗർ കുറയ്ക്കാൻ പറ്റും. ഇതായിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കസ്റ്റമർ വാങ്ങും. അല്ലെങ്കിൽ എന്താണ്, മനോജേട്ടൻ ഇരുന്ന് ചക്കപ്പൊടിയുടെ മഹാത്മ്യം വിളമ്പിയിട്ട് അവിടെ ഇരിക്കേണ്ടി വരും, ആൾക്കാർ വാങ്ങില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു അഡൽട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞവൻ, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞവന്റെ ബുദ്ധിയുള്ളവൻ, അതിനേക്കാൾ കൂടുതലുള്ളവൻ. അവന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചിരിക്കാനും ഇടപഴകാനും ആളുകളോട് ഇടപഴകാനും ഒക്കെ റിലേഷൻസിനൊക്കെ താല്പര്യമുള്ള ആളുകളാണ്. ചിരിക്കാൻ, റിലേഷൻഷിപ്പിന് ഒക്കെ താല്പര്യമുള്ള ആളുകളാണ്. ഈ സമയത്ത് നമ്മൾ ഭയങ്കര മസിലൊക്കെ പൊട്ടിച്ചിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, നിങ്ങൾ ഇടപഴകണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങളെ ഇഷ്ടമാവൂ. ഞാൻ ചിരിച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത്, ഞാൻ വീഡിയോ ഓഫാക്കി ക്ലാസ് എടുത്തൊക്കെ എങ്ങനെ ഉണ്ടാവും? ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ക്ലാസ് എടുക്കാൻ എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളിയായിരിക്കില്ലേ? തെറ്റായിരിക്കില്ലേ? ഒരു കാര്യമില്ല അല്ലെ? വീഡിയോ ഓഫാക്കിയിട്ടൊക്കെ ക്ലാസ് എടുത്താൽ ഞാനിപ്പോ ഏത് രൂപത്തിലായിരിക്കണേ, എങ്ങനെ ഇരിക്കണമെന്ന് എന്റെ ആദ്യം ഷർട്ട് ഊരിടാം, എനിക്ക് വേറെ എന്ത് കാര്യങ്ങളും ചെയ്യാം, ഒരു കുഴപ്പമില്ല, ആൾക്കാരും നോക്കില്ല. പക്ഷേ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ആവില്ല. മറിച്ച് എന്റെ മുഖം കണ്ടാൽ, ഞാൻ ചിരിക്കുന്നത് കണ്ടാൽ, എന്റെ മുഖത്തുള്ള ഓരോരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ മീൻസ് ഞാൻ കാണിക്കുന്ന എക്സ്പ്രഷൻ കണ്ടാൽ, എന്റെ കൈ പോകുന്നത് കണ്ടാൽ, ഇതൊക്കെ നിങ്ങളെ അട്രാക്ട് ചെയ്യും. ഇതേപോലെ നിങ്ങളുടെ കസ്റ്റമറെയും ഇതൊക്കെ അട്രാക്ട് ചെയ്യും. സോ നിങ്ങൾ സംസാരിക്കുമ്പോൾ
ഒരു തരത്തിലും മസിൽ പിടിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. വളരെ കൂളായിട്ട് സംസാരിക്കുന്നവരെയാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടം. പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, സാർ 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 എന്ന് വിളിച്ചിട്ട് നമ്മൾ പിന്നിൽ നിൽക്കുമായിരുന്നു പലപ്പോഴും. ആണോ? ഇപ്പോഴും ഉണ്ടല്ലേ, ഏത് കസ്റ്റമർ വന്നാലും സാറേ സാറേ എന്ന് വിളിക്കണം, മനസ്സിൽ വേറെ ആണെങ്കിൽ അല്ലേ. പക്ഷേ സാറേ സാറേ എന്നല്ല നിങ്ങൾ വിളിക്കുന്നത്. ഇപ്പൊ സാറിന്ന് വിളിച്ചോളൂ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താ താല്പര്യം എന്നറിയോ? നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്ന ആളുകളെയാണ്. ഞാൻ പറയാണ്, കമറുദ്ദീൻ ഇത്രയും കാലം വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്, കമറുദ്ദീൻ തനിക്കൊന്നും ഒരു ചുക്കും അറിയില്ല. താനൊക്കെ എന്തിനാ അത്രയും കാലം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്, എന്ത് കാര്യത്തിനാണുള്ളത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കമറുദ്ദീനെ ചവിട്ടി താഴ്ത്താണ് ബേസിക്കലി. അങ്ങനെ ഇരിക്കുമ്പോ കമറുദ്ദീൻ എന്നെ ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇനി രണ്ടാമത്തത് ഞാൻ പറയും, കമറുദ്ദീൻ സാർ പറയൂ സാർ, താങ്കൾ എന്താണത് സാർ, ഞാൻ എന്ത് വേണമെങ്കിൽ സാർ താങ്കൾക്ക് ചെയ്തു തരാം, എന്ത് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞോളൂ, ഞാൻ താങ്കൾക്ക് എന്ത് കണ്ടന്റാ വേണ്ടത്, എന്താ വേണ്ടത്, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ കമറുദ്ദീൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. നേർക്ക് നേരെ സംസാരിക്കുകയാണെങ്കിൽ കമറുദ്ദീൻ ഇപ്പോ പേര് വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, സംസാരിക്കുന്നു, ഭയങ്കര രസകരമായിട്ട് തമാശകളൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കമറുദ്ദീൻ എന്നെ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ സെയിൽസിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ തലച്ചോറിൽ സെയിൽസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കണം. അവിടെ പേടി ഉണ്ടാവാൻ പാടില്ല, വിശ്വാസം ഉണ്ടാവണം, ഇമോഷൻസ് ഉണ്ടാവണം. രണ്ടാമത്തത്, നിങ്ങൾ നേർക്ക് നേരെ നിന്ന് കസ്റ്റമറോട് സംസാരിക്കാനുള്ള ഒരു മനോഭാവം വേണം. നിങ്ങൾ കൊടുക്കുന്നത്, സംസാരിക്കുന്നത് അവനെന്ത് കിട്ടുമെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആഷ്ലി ഇവിടെ ഇരിപ്പുണ്ട്. ആഷ്ലി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് ആഷ്ലി എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്തല്ല, ഇംഗ്ലീഷിനെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന് നിങ്ങൾ വരൂ ജോയിൻ ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം ആഷ്ലി കൃത്യമായിട്ട് പറയണം, 30 ഡേയ്സിന്റെ ക്ലാസ്, ദിവസം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് നടക്കുന്നുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോൾ 30 ഡേയ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്നുള്ളതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. വെറുതെ ഇംഗ്ലീഷ് സംസാരിക്കില്ല, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇംഗ്ലീഷ് സംസാരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമുക്ക് അറിയാമെങ്കിലും നമ്മൾ 1ാം ക്ലാസ് തൊട്ടിട്ട് LKG തൊട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നവരാ, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയും, ജുഹൈനോട് പറയാണ്, ആഷ്ലി പറയാണ്, നീ വാ ഈ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി, നിനക്ക് കോൺഫിഡന്റ് ആയിട്ട് 30 ദിവസങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നാളെ നീ അയ്യൂബിന്റെ ഒപ്പം ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ വേറൊരാളോട് കണ്ടു കഴിഞ്ഞാൽ, വേറൊരു രാജ്യക്കാരനെ കണ്ടാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ജുഹൈനെ ഇപ്പൊ കാശടപ്പിക്കും. അയ്യൂബിനെ എപ്പോ വിളിക്കും, എന്നിട്ട് വിളിച്ചിട്ട് പറയും, നിങ്ങളെ കായിട്ടി ഗൾഫിക്ക് വരുമ്പോഴേക്ക് ആകെ പേടിണ്ടായിരുന്നു, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷും പഠിക്കണം, ആഷ്ലി മാഡം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്കം കൊടുക്കണം. എന്താണ് അവന് കിട്ടുക എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ആദ്യം നമുക്ക് അറിഞ്ഞിട്ടേണ് നമ്മൾ നമ്മുടെ കസ്റ്റമറെ നാളത്തേക്ക് പിച്ച് കിട്ടിയോ, നാളത്തേക്കുള്ള പിച്ച് കിട്ടി, അങ്ങനെ നാളെ കച്ചവടത്തിനുള്ളത്, അതിന്റെ കാശ് മറ്റേ ഗൂഗിൾ പേക്ക് ഇട്ടേക്ക് കേട്ടോ. അപ്പൊ സിമ്പിൾ ഇത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കസ്റ്റമറെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ, കസ്റ്റമറെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിക്കണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല, അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ എംപ്ലോയീസിന് നിങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ഒരു കച്ചവടക്കാരൻ ചെയ്യണ ഏറ്റവും വലിയ ക്രൈം എന്താണെന്നറിയോ? അവനവന്റെ എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് സെയിൽസ് ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്താ കാരണം അറിയോ? പ്രോപ്പറായിട്ട് സെയിൽസ് ട്രെയിനിങ് കൊടുത്താൽ ഇവൻ എങ്ങനെയെങ്കിലും ചാടിപ്പോവുന്ന പേടി, അവിടെ പോയിട്ട് അവൻ കച്ചവടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, കാശ് ട്രെയിനിങ് കൊടുക്കാണ്ട് ഒരുത്തനേക്കാൾ നല്ലതാണ് ട്രെയിനിങ് കൊടുത്ത പോണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ട്രെയിനിങ് കൊടുക്കാത്ത ഒരുത്തൻ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഒന്നും കൊണ്ടുവരില്ല. ബേസിക്കലി അവന്റെ 20%, 10% കൊണ്ടുവരുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ഇരിക്കുന്ന ചിലർ 5 വർഷം 10 വർഷം കച്ചവടത്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ സെയിൽസിൽ? ഇയാള് വെറുതെ തള്ളണതായിരിക്കും എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. നീ കുറച്ചും കൂടി വീഡിയോ ഓണാക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി കഥ പറഞ്ഞുതരാം. കാരണം ഈ മുഖത്ത് നോക്കിയിട്ടൊക്കെ ആളെ മനസ്സിലാവുന്ന സ്വഭാവം ഇപ്പൊ എനിക്കുണ്ട്. അപ്പോ പ്രോസ്പെക്റ്റിംഗ് എന്ന് നമ്മളൊന്ന് സംസാരിക്കുന്നത് എന്താ? പ്രോസ്പെക്റ്റിംഗ്, ഫൈൻഡിങ് ദ റൈറ്റ് കസ്റ്റമർ, കസ്റ്റമറെ കണ്ടുപിടിക്കുന്നതാണ് പ്രോസ്പെക്റ്റിംഗ്. അപ്പൊ പ്രോസ്പെക്റ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പ്രിപ്പയർ ആവണം. എങ്ങനെ? ഈ പറയുന്ന കാര്യങ്ങൾ. നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കുക എന്നറിയണം, അതിന് എന്താണ് കസ്റ്റമർക്ക് കിട്ടുക എന്ന് നമുക്കറിയണം. എന്നിട്ട് ഈ പരിപാടിക്ക് നിൽക്കാൻ പാടും.
അപ്പൊ പ്രോസ്പെക്റ്റിംഗ് എങ്ങനെ ചെയ്യാം? സി, ഞാൻ പറയുന്നത് സെയിൽസിലെ 5 റൂളുകളുണ്ട്. അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ് ഡെയിലി പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ദിവസം തോറും പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം. ദിവസം തോറും നിങ്ങൾ പ്രോസ്പെക്റ്റിംഗ്, ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള ആക്ടിവിറ്റി നടത്തണം. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞതാണ് നമ്മൾ കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസ്പെക്റ്റിംഗ് ഡെയിലി നടത്തുക എന്നുള്ളതാണ്. എന്റെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഞാൻ പെട്ടെന്ന് ഈ ഫ്ലോ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. എത്ര പേര് നിങ്ങൾക്ക് കിട്ടുന്ന കസ്റ്റമറിൽ അല്ലെങ്കിൽ കിട്ടുന്ന സെയിൽസിൽ ഹാപ്പിയാണ്? യെസ് ആണെങ്കിൽ വൈ ഇട്, നോ ആണെങ്കിൽ എന്നിട്. ഒന്നിട്ട് ചാറ്റിലേക്ക് വരട്ടെ, കമോൺ, ഞാനൊന്ന് കാണട്ടെ എത്ര പേര് ഇവിടെ ഹാപ്പിയാണ്, എത്ര പേര് ഹാപ്പി അല്ല എന്നുള്ളത്. ആരാ യെസ് ഇട്ട ആളാരാവിടെ? ആരെന്ന് കിട്ടണോ എനിക്ക്? വിനോദ് കുമാർ ഹാപ്പിയോ? അല്ല, ആരാ? മുഹമ്മദ് അമീൻ ഹാപ്പിയാണോ? അമീൻ ഒന്ന് വീഡിയോയിൽ വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വെക്കാണ്ട്. ബാക്കിയുള്ളവർക്കുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. കമർ യെസ് ആണ്, ഹാപ്പിയാണ് നിങ്ങൾ? ഓ മുടിക്കാൻ, ഓക്കെ, ശരി. സി, ഭൂരിപക്ഷം പേരും നമുക്ക് വരുന്ന സെയിൽസിൽ ഹാപ്പി ആവില്ല. ഇനി അഥവാ ഹാപ്പി ആയവർ നമ്മുടെ മുന്നിൽ ഹാപ്പി ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതാ. കമറുദ്ദീൻ ഹാപ്പി ആണെങ്കിൽ ഇവിടെ വന്നിരിക്കില്ല. 100% ഞാൻ പറയുന്നു, ഇവിടെ വന്നിരിക്കില്ല. കാരണം എന്താ? നിങ്ങൾ ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ ഒന്നും ചെയ്യൂല, അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ. സി, ബിസിനസ്സുകാരനെ കച്ചവടം കൂടുതൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നമ്മളൊരു തിയറി എന്താ വെച്ചാല്, ഏതൊരു കണ്ടന്റും കൂടുതൽ പഠിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ ഒഴിവാക്കാറില്ല. അതെന്തിനാ? അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ അതെന്തിനാ? സെൽഫ് അപ്ഡേറ്റ് ഇല്ലാത്ത ഒരാള് ഡെഡാണ്. ശരി, സെൽഫ് അപ്ഡേറ്റ് എന്തിനാ? സെൽഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ സ്വന്തം ലൈഫിനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ബിസിനസ്സിനുള്ള കിട്ടിയെന്ന് വരും. ഓക്കെ, എപ്പോഴായാലും അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് ടെക്നിക്കൽ വർക്കാണല്ലോ. ഓക്കെ, ഈ വർക്കിലുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയണത് തന്നെ, എന്നാണോ പഠനം സ്റ്റോപ്പ് ചെയ്യണത് അന്ന് അവർ ആ പണി നിർത്തണം എന്നുള്ളതാണ്. കാരണം എസ്പെഷ്യലി മൊബൈൽ സർവീസിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇത്രയും വർഷമായിട്ട് എൻ്റെ ഇതിലുണ്ടായതുകൊണ്ട് എന്തൊരു ടിപ്സ് കിട്ടിയാലും എന്തൊരു കാര്യം കിട്ടിയാലും ഞാൻ പഠിക്കാൻ ശ്രമിക്കും. കമറുദ്ദീൻ, അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമറെ, കൂടുതൽ ബിസിനസ് കൂടി കിട്ടുക എന്നുള്ളത് കൂടി ഉദ്ദേശം നമുക്കുണ്ട്. നമുക്ക് എന്നും നമ്മുടെ കൂടുതൽ പൈസ വേണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വേണം എന്നുള്ളത് കാര്യം ഞാൻ ഇപ്പോഴാണ് എന്റെ മൈൻഡിലെ വന്നത്. പൈസ ബിസിനസ് എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴാണ് എന്റെ മൈൻഡിലെ വരുന്നത്. അത് വേറെ കാര്യം അല്ല. ഞാൻ ഒരു കാര്യം പറയാം, പേഴ്സണലി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ എന്റെ ബിസിനസ്സിനേക്കാൾ കൂടുതൽ കാശ് ഇറക്കുന്നത് എന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ്. അതായത് എന്റെ കണ്ടന്റ് കൂട്ടുക, പഠിക്കുക, അങ്ങനത്തെ കാര്യത്തിന് തന്നെ കമറുദ്ദീൻ പറഞ്ഞതിന് 100% ഞാൻ പിന്താകും. ഇതില് എന്തിനാണ് ഞാൻ പേഴ്സണലി ഡെവലപ്പ് ആവണം? പേഴ്സണലി ഞാൻ ഡെവലപ്പ് ആയാൽ എന്നെ പോലെ ഇരിക്കും എന്റെ ബിസിനസ്. സ്വാഭാവികമായിട്ടും ബിസിനസ് പൊന്തി വരും. ഇതുവരെ ഞാൻ പേഴ്സണൽ ഡെവലപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്റെ റിപ്പയറിംഗിൽ മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. മനസ്സിലായില്ലേ? അല്ല, സെയിൽസ് ബിസിനസ്സിലും വേണം എന്നുള്ളത് പിന്നെ ഇപ്പൊ നമ്മൾ സെയിൽസിന്റെ കാര്യങ്ങളിലേക്ക് മാറിയപ്പോഴാണ് ചിന്താഗതി മാറിയത്. അതന്നെ. അപ്പൊ ഞാൻ പറയണത് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടുതൽ സെയിൽസ് വേണം, ബിസിനസ് കയറണം. ബിസിനസ് കയറാൻ ഒറ്റ വഴിയുള്ളൂ, കസ്റ്റമർ കൂടുതൽ വരണം. കൂടുതൽ കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങണം. കൂടുതൽ കസ്റ്റമറെ കിട്ടാൻ എന്താ വഴി? കൂടുതൽ കസ്റ്റമറെ തെരഞ്ഞ് നമ്മൾ പോകണം. ആ തെരയുന്ന പ്രോസസ്സിനെ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇനഫ് സെയിൽസ് ഇല്ല, എനിക്ക് സെയിൽസ് കുറവാണ്, ഇനഫ് ആയിട്ടുള്ള സെയിൽസ് എനിക്കില്ല എന്ന് പറയുന്ന ബിസിനസ്സുകാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇനഫ് സെയിൽസ് ഇല്ലാത്തതിന് കാരണം നിങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള കസ്റ്റമർ ഇല്ല. നിങ്ങൾക്ക് കസ്റ്റമർ എണ്ണം കുറവാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കസ്റ്റമർ കുറവ്. ഇന്നലെ സുബിത സംസാരിക്കുമ്പോൾ സുബിതയ്ക്ക് ബിസിനസ് ഇച്ചിരി കുറവാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചാണോ? ആ സമയത്ത് സുബിത പറയുന്നത് എന്താണ്? എനിക്ക് 10, 16, 18 പേര്, 40 പേര് മൊത്തത്തിൽ കസ്റ്റമർ എണ്ണം കുറവാ. 40, 400 ആയിരുന്നെങ്കിൽ സുബിത എന്താ പറയുക? ഞാൻ ഹാപ്പിയാണ് സാർ, എനിക്ക് കൂടുതൽ ഇനിയും വേണം, എന്നാലും ഞാൻ ഹാപ്പിയാണെന്നാ പറയുക. ഈ സെയില് കുറവാകുന്നതിന് കാരണം കസ്റ്റമറുടെ എണ്ണം കുറവായതും, കസ്റ്റമറുടെ എണ്ണം കുറവായതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ലീഡുകളുടെ എണ്ണം കുറവായതും, ലീഡുകളുടെ എണ്ണം കുറവായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പ്രോസ്പെക്റ്റുകളുടെ എണ്ണം കുറവായത് കൊണ്ടാണ്. ഇതൊരു കണക്റ്റഡാണ്.
നിങ്ങൾക്കൊരു കസ്റ്റമറെ വേണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള കുറെ പേര് വേണം. അവരെ നമ്മൾ ലീഡ് എന്ന് പറയുക. അതായത് ഒരു കസ്റ്റമർ ലീഡും തമ്മിൽ വ്യത്യാസം പറയാം. കസ്റ്റമർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവനാണ്, വാങ്ങുന്നവനാണ്. എന്നാൽ ലീഡ് എന്ന് പറയുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവനാ. എന്നാൽ പ്രോസ്പെക്ട് എന്ന് പറയുന്നത് വാങ്ങാൻ താല്പര്യത്തില്ല, വാങ്ങാൻ ചാൻസ് ഉള്ളവനാ. അവൻ വാങ്ങാൻ ചാൻസ് ഉണ്ട്, എന്നിട്ടാണ് അവൻ പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുകയും ആ പ്രൊഡക്റ്റ് അവൻ ഇഷ്ടപ്പെടുകയും പിന്നെ അവൻ കസ്റ്റമറായി മാറുക. അതായത് ആദ്യം പ്രോസ്പെക്റ്റാ, അത് കഴിഞ്ഞ് ലീഡാണ്, ആ ലീഡ് കഴിഞ്ഞിട്ട് എന്താണ്, കസ്റ്റമറാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കസ്റ്റമറെ വേണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് പ്രോസ്പെക്റ്റാ, വാങ്ങാൻ ചാൻസ് ഉള്ളവൻ. അത് ഏതാണെന്നുള്ളത് നമ്മൾ ഇന്നലെ തീരുമാനിച്ചു. വാങ്ങാൻ ചാൻസ് ഉള്ള ആളുകൾ ആരൊക്കെയാണ്? ചില ആളുകളുടെ നമ്മൾ ഇന്നലെ ബയർ പേഴ്സൺ എടുത്തു, 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾ. വിനോദിന്റെ നമ്മൾ ഇന്നലെ എടുത്തപ്പോൾ ലേഹ്യം വാങ്ങണ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 50 വയസ്സ് വരെ ഉള്ളവർ, 50 വയസ്സുള്ളവർ പ്രോസ്പെക്റ്റ് ആണ്. അവർ വാങ്ങാതിരിക്കാം, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ റിജക്ട് ചെയ്യാം, വേണ്ടാന്ന് പറയാം, എന്നാലും അവൻ പ്രോസ്പെക്റ്റ് ആണ്. ആ ആളുകളെയാണ് നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി അല്ലെ, ഇപ്പൊ നമ്മുടെ വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടായത്? ഈ ഗ്രൂപ്പിൽ ബിസിനസ് പഠിക്കാൻ താല്പര്യമുള്ളവരാ വന്നിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ബിസിനസ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് കസ്റ്റമറാണ്, നിങ്ങളൊക്കെ കസ്റ്റമറാണ്. ബേസിക്കലി പൈസ തന്നിട്ടില്ലെങ്കിലും കസ്റ്റമറാണ്. ഓക്കെ, അപ്പൊ കസ്റ്റമർ എന്താണ്? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾ കസ്റ്റമറാണ്. എന്നാൽ ആ ഗ്രൂപ്പിൽ ഇരിക്കുന്നവരൊക്കെ ലീഡാണ്. 300-350 പേര് അവിടെ ഇരിപ്പുണ്ട്. അവരിൽ പലരും ലീഡാണ്. അവർക്ക് താല്പര്യമൊക്കെ ഉണ്ട്, എന്താ നടക്കണൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അവിടെ താല്പര്യമുണ്ട്, അവിടെ വന്നു. എന്നാൽ ഇതൊന്നും അല്ലാത്ത എൻ്റെ അടുത്ത് ഒരു 5000-10000 ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്. ഇവരൊക്കെ പ്രോസ്പെക്റ്റാ, ഇവരൊക്കെ ബിസിനസ്സുകാരാ. എന്റെ ബയർ പേഴ്സൺ എന്താണ്? എന്റെ ബയർ പേഴ്സൺ ഒരു 25 അല്ലെങ്കിൽ ഒരു 30 years എബോവ് ഉള്ള 50 വയസ്സിന്റെ ഇടയിലുള്ള ആളുകൾ, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ. ഇവരാണ് എന്റെ പ്രോസ്പെക്ട്സ്, ഇവരാണ് എന്റെ ബയർ പേഴ്സോണ. ഇവർക്ക് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അത് വാട്സപ്പിലയക്കും, ഇൻസ്റ്റാഗ്രാമിലയക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വീഡിയോ ആയിട്ട് കാണിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവര് എന്റെ ലീഡായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇത് പോയിന്റ് മനസ്സിലായോ? ലൈന് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കസ്റ്റമറെ ഉണ്ടാക്കാനല്ല. നിങ്ങളുടെ ബയർ പേഴ്സോണ ചെക്ക് ചെയ്തിട്ട് ആ ബയർ പേഴ്സോണയിലുള്ള കൂടുതൽ ആളുകളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കാണിക്കുകയും അവർക്ക് ഷോ ചെയ്യുകയും പ്രസന്റേഷൻ എടുക്കുകയും ചെയ്യുക. പരമാവധി പ്രസന്റേഷന് മുന്നേ നിങ്ങൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അവര് വരും, ആഹാ കൊള്ളാലോ, ഇതെന്താ സംഭവം. അപ്പൊ പറയണം, ഇതൊരു ബിസിനസ് ട്രെയിനിങ് ആണ്. ഈ ബിസിനസ് ട്രെയിനിങ് ഇങ്ങനെ എടുക്കുന്നത് രാത്രി 9 മണിക്ക് എല്ലാ ദിവസവും 21 ദിവസമാണ്, ഫ്രീ ആയിട്ടാണ്. അപ്പൊ ഓ ഫ്രീ ആയിട്ടാ, ഓ ബിസിനസ്സിൽ എന്തൊക്കെയാ പഠിപ്പിക്കുക, ഫ്രീ ആയിട്ടാണെങ്കിലും നിങ്ങളെല്ലാം പഠിപ്പിക്കുമോ? അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിൽ പഠിപ്പിക്കുന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സെയിൽസിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ബിസിനസ് ഡെവലപ്മെന്റിനെ കുറിച്ച്, HR റിക്രൂട്ട്മെന്റിനെ കുറിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഓ അങ്ങനെ ഉണ്ടോ, എന്നാ ശരി, ഞാനൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയും. ഇവൻ അപ്പൊ പറയും ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, പിറ്റേ ദിവസം ചിലപ്പോൾ ക്ലാസ്സിൽ വന്നോണമെന്നില്ല അന്ന് രാത്രി. പക്ഷെ അവൻ ലീഡാണ്, അവൻ നാളെ വരാൻ ചാൻസ് അവിടെ ഉണ്ട്. അപ്പോഴും ഇന്ന് വന്നില്ലെങ്കിൽ അവൻ തിരക്കായിരിക്കാം, പക്ഷെ നാളെ ലീഡ്, നാളെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ മെസ്സേജ് അയക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കിട്ടാറുണ്ട് അല്ലെ, ലിങ്ക് വന്നിട്ടുണ്ട്, ലിങ്ക് വീണ്ടും അയച്ചു തരാറുണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് മെസ്സേജ് വരാറുണ്ട്, നിങ്ങൾ വീണ്ടും ഇത് 9 മണിക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. എന്തിനാണ്? ഞാൻ ലീഡ് ടു കസ്റ്റമർ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 65, 70, 100 ആളുകൾ എന്നെ അറിയുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. 60 പേര് എന്റെ കസ്റ്റമർ ആവാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവരെന്റെ എനിക്ക് സന്തോഷമല്ലേ. എന്റെ അറ്റൻഡ് ചെയ്യുന്നു, ഇത് സന്തോഷമല്ലേ. ഇതേപോലെ അപ്പോഴാണ് എനിക്ക് സന്തോഷം വരിക. കുറെ ആളുകളെ ഇവിടെ കാണുമ്പോൾ, കുറെ ആളുകളുണ്ട്, 40-45 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഈ ഹാപ്പിനെസ് എവിടെ നിന്ന് വരുന്നത്? കൂടുതൽ ആളുകൾ വരുമ്പോൾ. ഇവിടെ 1000 ആളുകളാണ് വന്നതെങ്കിലോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നാലും ഞാൻ 10,000-ന് വേണ്ടി പണിയെടുക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി പ്രോസ്പെക്റ്റിംഗ് ചെയ്തിരിക്കണം. എന്താ പ്രോസ്പെക്റ്റിംഗ്? അത് മാർക്കറ്റിംഗ് എന്നുകൂടി അതിന് പേരുണ്ട്. മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണം, ഡെയിലി മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഡാറ്റാബേസിലുള്ള ആളുകൾക്ക് മെസ്സേജുകളോ, വാട്സപ്പ് മെസ്സേജുകളോ, ഇൻസ്റ്റാഗ്രാമോ, വീഡിയോസോ ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അവരോട് പറയും നിങ്ങളുടെ പ്രശ്നം എന്താണ്. ഇപ്പൊ ഇന്ന് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു,
കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ചിരുന്നു. എന്താണ്, 1 കോടി രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മെന്റർഷിപ്പ്, ബിസിനസ് ബഡി എന്ന് പറയുന്ന എന്റെ മെന്റർഷിപ്പ് ഞാൻ തരുന്നതാണ്. നിങ്ങൾക്ക് അതിൽ എന്നെ കാര്യങ്ങൾ ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് 1 കോടി രൂപ മുകളിൽ പ്ലാൻ ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ പ്രോസ്പെക്ട്സ് എന്താ, ആ പ്രൊഡക്റ്റിൽ എന്റെ പ്രോസ്പെക്ട്സ് ആണ് ഇവിടെ ഇരിക്കുന്നവർ. അവർക്ക് ഞാൻ കൊടുത്തപ്പോൾ അവര് പലരും ലീഡായിട്ട് വന്നു വിളിച്ചു. എല്ലാവരും കൺവേർട്ട് ആവുന്നില്ല. ചിലർക്ക് പൈസയുടെ കാര്യത്തിലായിരിക്കും, ചിലർക്ക് ഈ സർവീസ് ഒന്നും വേണ്ട ചിന്തിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ വെറുതെ അറിയാൻ വേണ്ടി വിളിച്ചായിരിക്കാം. എന്നാലും ഒരു 10% ആളുകൾ അതിൽ കൺവേർട്ട് ആയിട്ട് ഈ പറയുന്ന ബിസിനസ് ബഡിയിൽ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്, വന്നിട്ടുണ്ട്. പോയിന്റ് മനസ്സിലായോ? ഇത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ ഡെയിലി കാണിക്കണം. അതെങ്ങനെ വേണമെങ്കിലും കാണിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാം, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാം, നിങ്ങളുടെ വീഡിയോസ് ചെയ്യാം. അപ്പൊ ആഷ്ലി അശോകനൊക്കെ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം റീല് ചെയ്യുന്നു. സ്പോക്കൺ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ചില ചൊല്ലുകളെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുകളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ പുതിയ വേറൊന്നും സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. റീലുകൾ ചെയ്യുന്നു. ഈ റീലുകൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റീലുകൾ ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ആഷ്ലിക്ക് മെസ്സേജ് അയക്കും. അപ്പൊ ആഷ്ലി അവരോട് സംസാരിക്കും, എന്താണ് എന്റെ കോഴ്സ്. അപ്പൊ ഈ റീലുകൾ കാണുന്നവൻ പ്രോസ്പെക്ട്സും ആഷ്ലിയോട് അന്വേഷിക്കുന്നവൻ ലീഡുമാണ്. ആഷ്ലി അവരെ കൺവേർട്ട് ചെയ്ത് കാശ് മേടിച്ച കസ്റ്റമറായി. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എൻ്റെ അവസാനം ഏതൊരു ബിസിനസ്സിന്റെയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ബിസിനസ്സിൽ സെയിൽസ് കിട്ടുന്നില്ലെങ്കിൽ, ഇനഫ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ, ഇനഫ് സെയിൽസ് കിട്ടുന്നില്ലെങ്കിൽ, അതിന് കാരണം നിങ്ങൾക്ക് സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ് മോശമായത് കൊണ്ടല്ല, ഫോളോ അപ്പ് മോശമായത് കൊണ്ടല്ല, ഈവൻ പ്രസന്റേഷൻ മോശമായത് കൊണ്ടല്ല. അതിന് കാരണം നിങ്ങളുടെ കയ്യിൽ ഇനഫ് നമ്പർ ഓഫ് ലീഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ്, ഇനഫ് നമ്പർ ഓഫ് പ്രോസ്പെക്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രോസ്പെക്ട്സുകളിൽ ഡാറ്റാബേസിൽ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ലീഡ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കസ്റ്റമറെ ജനറേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അത് പല ആക്ടിവിറ്റികളും ചെയ്യാം, മാർക്കറ്റിംഗിൽ പല മാർക്കറ്റിങ്ങുകളും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പേര് ഇവിടെ ഡെയിലി ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്? ഒന്ന് മെസ്സേജ് ഇട്ട് എനിക്ക്. ഡെയിലി മാർക്കറ്റിംഗ് ചെയ്യുന്നവരൊന്ന് എനിക്ക് ഒന്ന് ചാറ്റിൽ മെസ്സേജ് ഇട്ട് ഒന്ന് കാണട്ടെ. ഞാൻ ഡെയിലി ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും ഞാൻ എൻ്റെ കസ്റ്റമറിലേക്ക് എത്തിക്കാറുണ്ട് എന്നുള്ളത് 50%. അതെന്തത് കണക്ക്? അപ്പൊ എങ്ങനെ ഒന്നരാടാ? ഇന്ന് ചെയ്യുന്നു തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ച ചെയ്യൂല, മറ്റന്നാൾ ബുധനാഴ്ച, അങ്ങനെയാണോ? ഒരു കാര്യമുണ്ട് കമറുദ്ദീൻ മാത്രമല്ല ഞാൻ ഇവിടെ പറയണത്, നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇതിലിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സ്ഥിരത ഉണ്ട്. ചില കാര്യത്തിന് സ്ഥിരത അങ്ങനെ വരും, അത് പിന്നെയും പോവും. അതിലൊരു കാര്യം, വാട്സപ്പിന്റെ സ്റ്റാറ്റസ് എല്ലാ കസ്റ്റമറേയും നമ്പർ സേവ് ചെയ്യിപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഡെയിലി ഇടും. എന്റെ പൊന്ന് ചക്കരെ കമറുദ്ദീനെ, ഞാൻ ആൾക്കാരുടെ കസ്റ്റമറുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കണ്ടിട്ട് എത്രയോ കാലങ്ങളായി കാണാറേ. അതല്ല, പിന്നെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ അതേപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. അത് നമ്മളേതായ സ്ഥിര കസ്റ്റമേഴ്സിന് നമ്മള് ബ്രോഡ്കാസ്റ്റ് എപ്പോഴും ചെയ്ത അലമ്പാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇടക്കിടക്ക് പോകുള്ളൂ. അതിന് വേറെ വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും ഒരേ ഡാറ്റാബേസ് ചെയ്യരുത്. ഇന്ന് ചെയ്ത ഡാറ്റാബേസിൽ നാളെ ചെയ്യരുത്, നാളെ ചെയ്തോർത്ത് മറ്റന്നാ ചെയ്യരുത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുകയും ചെയ്യുന്നു, എന്നാൽ ആളുകളുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്നു. പോയിന്റ് മനസ്സിലായ? അതൊരു നല്ല പോയിന്റ് അല്ലേ? അത് എല്ലാവരും ഇപ്പൊ നമ്മൾ ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബോറടിപ്പിക്കും. ഇന്ന് ചെയ്ത് തിങ്കളാഴ്ച ചെയ്യാൻ ഒരു ടീം, ചൊവ്വാഴ്ച ചെയ്യാൻ ഒരു ടീം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇതൊക്കെ ചെയ്യാം. അതൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കി. എങ്ങനെയെങ്കിലും നമ്മൾ നിർത്താൻ പാടില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്തും എനിക്ക് മെസ്സേജുകൾ അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്റെ എന്റെ ഫിഗർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അഡ്വർടൈസ്മെന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, റിസൾട്ട് വരവ് കുറവുണ്ട്. റിസൾട്ട് വരാൻ ഞാൻ അത് പറഞ്ഞുതരാം. അതുകൂടിയാണ് പറഞ്ഞാൽ കുഴപ്പമില്ല. സെയ്ദിക്ക എന്താ പ്രശ്നം എന്താ അറിയോ? സെയ്ദിക്ക വിചാരിക്കണത് ഇത് കറക്റ്റ് ആണെന്ന്. പക്ഷെ സെയ്ദിക്കാന്റെ ഏജിലുള്ള ആളുകളാണോ ഇത് കാണേണ്ടത്? നമ്മൾ ഇന്നലെ കണക്കാക്കി, ഏകദേശം കണക്കാക്കി, സെയ്ദിക്കാന്റെ കസ്റ്റമർ എങ്ങനെയാണ് വരുന്നത്? ഒരു 35 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ആൾക്കാരായിരിക്കും. സെയ്ദിക്കാൻ ഇപ്പൊ എത്ര വയസ്സായി ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്ത് തരാം. 1 മിനിറ്റ് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. പറയും സെയ്ദിക്ക, എത്ര വയസ്സായി? 60.
സെയ്ദിക്ക 60 വയസ്സുള്ള സെയ്ദിക്കാന്റെ കസ്റ്റമർ പക്ഷേ 40, 45, 50 വയസ്സുള്ള അല്ലെങ്കിൽ 30, 35, 40 വയസ്സുള്ള ആൾക്കാരാണ്. ശരിയല്ലേ? അല്ലേ? സെയ്ദിക്ക വിചാരിക്കുന്നത് ഞാൻ പറയണത് ശരിയാണെന്നാണ്. സെയ്ദിക്ക വിചാരിക്കുന്നത്. പക്ഷെ അപ്പുറത്തിരിക്കണവനും നിങ്ങളും തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഒരു തലമുറ, 2 തലമുറയുടെ വ്യത്യാസമുണ്ട്. ഈ തലമുറ വ്യത്യാസം എന്ന് പറയുന്നത് വലിയ പ്രശ്നം. അതുകൊണ്ടായി ചെറിയ പിള്ളേര് നമ്മളെയൊക്കെ ഇന്നെ വിളിക്കൂല, വേറെ ആൾക്കാരെയൊക്കെ തന്തവൈബേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിന്തിക്കുന്നത് അവർക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പൊ സെയ്ദിക്ക ചില കാര്യങ്ങൾ, ഇപ്പൊ സെയ്ദിക്ക ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ അച്ചടക്കമില്ല, ഒതുക്കമില്ല, എന്താ പറയാ, സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിക്കരുത് എന്നൊക്കെ നമുക്ക് അഭിപ്രായം ഉണ്ടാവും. സെയ്ദിക്കൊക്കെ എന്തായാലും അഭിപ്രായം ഉണ്ടാവും. എന്നാൽ 20, 25 വയസ്സ് വരുന്ന ആളുകൾക്ക് ആ അഭിപ്രായം ഇല്ല. എന്താ വ്യത്യാസം? എന്താ? തലമുറ വ്യത്യാസം, ജനറേഷൻ ഗ്യാപ്പാ. അത് ഓരോ തലമുറയും വളർന്നു വരുന്ന. അതുകൊണ്ട് സെയ്ദിക്ക കാണേണ്ട ആൾക്കാർ 40, 45 വയസ്സുള്ള ആളുകളോട് കാണേണ്ട രീതിയിലുള്ള പരസ്യം ചെയ്യണം. ഇത് പോയിന്റ് മനസ്സിലായോ? സെയ്ദിക്കാക്ക് ഇഷ്ടമുള്ള പരസ്യമല്ല. സെയ്ദിക്കാക്ക് ഇഷ്ടം ചിലപ്പോൾ നസീറിന് ശീലമായിരിക്കും. അവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ കണ്ടം വഴി അവർ ഓടിക്കും. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? 40 വയസ്സ് 35 വയസ്സുള്ള താല്പര്യമുള്ള ആരാ? കാവ്യ മാധവൻ, നവ്യ നായർ കൊണ്ടുവരണം. ഏറ്റവും പുതിയ നടിമാരെ കൊണ്ടിട്ടൊരു കാര്യമില്ല. കാരണം 40 വയസ്സുള്ളവർക്ക് ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നടിമാരുടെ പേര് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. പോയിന്റ് മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പൊ ഏതാണ് കസ്റ്റമർ, ആ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ എങ്ങനെ കാണിക്കാം? അല്ലെങ്കിൽ എങ്ങനെ ഇഷ്ടപ്പെടുക? അതാണ് അത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്ത ഹുക്ക് കിട്ടണം. ഹുക്ക്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. പടക്കം വീരഗാഥ എന്ന് പറയുന്ന സിനിമ നമ്മുടെ നാട്ടിൽ ഇറങ്ങി, രണ്ടാമത് റിലീസ് ചെയ്തു. ഇന്നത്തെ 2K കിഡ്സ് പറഞ്ഞു എന്ത് പടാത്, ഹജ്ജേ മോശം എന്ന് പറഞ്ഞു. ഇല്ലേ? എന്താ കാരണം? അതിൽ മറ്റേ കളരിയാണ് കാണിച്ചു കൂട്ടണ. എന്താ അഭിനയ, അച്ഛച്ചെ, അവന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ട പച്ചച്ചൻ. കാരണം അത് ആക്ടിങ് ആയിരുന്നു. ഇന്ന് റിയലിസ്റ്റിക്കിന്റെ കാലാണ്. ഇന്ന് ആ ചോട്ടാ മുമ്പേ ഇറങ്ങിയപ്പോ എന്തുകൊണ്ടാണ് അത് വിജയിച്ചത്? ചോട്ടാ മുമ്പേ പക്ഷെ അന്നത്തെ കാലത്തേക്കാൾ കൂടുതൽ, അന്നത്തെ കാലത്തിന് അപ്പുറത്തായിരുന്നു. അന്നൊരു റാപ്പ് സോങ് പോലത്തെ ഒരു പാട്ട് നമ്മൾ വിശ്വസിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാനിപ്പോഴും എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണുമ്പോൾ ഇതെന്ത് പാട്ടാപ്പാന്ന് വെച്ചു. പക്ഷെ ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾ നിന്ന് തുള്ളുന്നു. എന്താ വ്യത്യാസം? ഇന്നത്തെ കാലത്തിന് പറ്റിയ പാട്ടാത് ബേസിക്കലി. അതുകൊണ്ട് ആ പടം ഇറങ്ങിയപ്പോ ഹിറ്റായി. എന്നാൽ അന്നത്തെ കാലത്തെ പടങ്ങൾ, ഇപ്പൊ ഞാൻ ഒരു ആകാശദൂത് പണ്ട് കാലത്ത് ഏറ്റവും ഹിറ്റ് അടിച്ചൊരു പാട്ടാണ്. അതായത് സിനിമയാണ്. കയ്യിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാ ആൾക്കാർ പോയിരുന്നെന്ന് പറഞ്ഞത്. എന്റെയൊക്കെ വളരെ ചെറുപ്പത്തിലാട്ടോ. ഇന്ന് ആകാശദൂത് ഇറക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് നിങ്ങള്? ഭയങ്കര ദുരന്തായിരിക്കും അല്ലേ? ഇതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ ഇന്നത്തെ ആളുകൾ ആരാണ് നമ്മുടെ കസ്റ്റമർ? ആ കസ്റ്റമർക്ക് അനുസരിച്ചിട്ടുള്ള സാധനം, അത് കണ്ടന്റ് ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, ഈവൻ വീഡിയോ ആയിക്കോട്ടെ, അങ്ങനത്തെ സാധനം കൊടുക്കും നിങ്ങൾ. 40, 45 വയസ്സുകാരൻ ചിലപ്പോൾ നൊസ്റ്റാൾജി ആയിരിക്കും താല്പര്യം. എന്നാൽ പുതിയ ആൾക്കാർക്ക് നൊസ്റ്റാൾജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ. അവൻ ചിലപ്പോൾ കഞ്ചാവും മറ്റേ റാപ്പും LED എന്തെങ്കിലും പറയാ DJ ഒക്കെ ആയിരിക്കും താല്പര്യം. അങ്ങനത്തെ ആയിരിക്കും താല്പര്യം. പാട്ടുകളുടെ സ്വഭാവം അറിയില്ലേ? മറ്റേ സെയ്ദിക്കാക്ക് ഇഷ്ടപ്പെട്ട പണസഖി ഞാൻ വരും ആ പാട്ടൊക്കെ ആയിരിക്കും. ഇന്ന് പാടിക്കൊടുക്കുക. ജുഹൈനക്ക് പാടിക്കൊടുത്തൊക്കെ ജുഹൈന പാട്ട് മാറ്റും എന്ന് പറയും. ആ ഇല്ലുമിനാറ്റി അവിടെ വേണ്ടി വരും. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മൾ നമ്മുടെ കസ്റ്റമറെ പ്രോസ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമർ എന്താന്ന് അറിയണമെന്നേ. അവൻ എങ്ങനെ ചിന്തിക്കുന്നവനാണ്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ ഏജ് എന്താണ്, അതിന് പറ്റിയ സാധനം ഇട്ട് കൊടുക്കും. അപ്പൊ കണക്ട് ആവും. നമ്മൾ വെറുതെ ഞാൻ പറയട്ടെ, നനവില്ലാത്തവർക്ക് കൊണ്ടേ കുഴിക്കണ പോലെയാണ് പലപ്പോഴും. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളുടെ പരസ്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം, നിങ്ങളുടെ മാർക്കറ്റിംഗ് ചെയ്യണം. ഇതിൽ പലപ്പോഴും അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഇപ്പൊ നിങ്ങൾക്ക് MLM ഉണ്ടാവുകൊണ്ട് ഞാൻ പറയാം, ഡയറക്ട് മാർക്കറ്റിംഗിൽ ഒരുപാട് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, ഈ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കും, നമുക്കൊരു ബിസിനസ് ചെയ്യണം, ഇപ്പൊ ഒരു 30,000 അല്ലെങ്കിൽ 20,000 ചെലവാക്കിയിട്ട് നമ്മൾ കുറച്ച്, ഇപ്പൊ ഇന്നലെ സുബിതല്ലേ പറഞ്ഞ ഇത്ര കുറച്ച് പൈസ ഇറക്കണം, 10-25,000 രൂപ എന്താ ഇറക്കണം. 25,000 രൂപയുടെ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണെന്ന്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന നമ്മൾ പോയി കാണുന്നത് എന്താ പറയാ, മാസം മൊത്തത്തിൽ 25,000 രൂപ വരുമാനം ഇല്ലാത്തവനായിരിക്കും. ചിലപ്പോ 10,000 രൂപയ്ക്ക് താഴെ വരുമാനം ഇല്ലാത്തവൻ, അന്നത്തെ കഞ്ഞിക്കുള്ള വകുപ്പ് നോക്കുന്നവനോട് പോയിട്ട് നിങ്ങൾ 25,000 രൂപയുടെ ഗ്രോസറി വാങ്ങിയ പൊളിക്കും, ഇതിൽ കടുകുണ്ട്, പപ്പടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഓക്കെ ആവില്ല. കാരണം എന്താ? അവൻ അന്നന്ന് വൈകുന്നേരം അപ്പുറത്തെ കടയിൽ, ഗോപിയേട്ടന്റെ കടയിൽ പോയിട്ട് 100 പഞ്ചാര, മറ്റേ 50 ചായപ്പൊടി, ഒരു സോപ്പിന്റെ കട്ട എന്ന് പറഞ്ഞ് വാങ്ങുന്ന ടീമായിരിക്കും. അവരോട് 25,000ന്റെ കഥയും 25,000 രൂപയ്ക്ക് നിങ്ങൾ ഗ്രോസറി വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നടക്കില്ല.
എന്നാൽ ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ഒരു 50,000 രൂപ ശമ്പളം ഉള്ളവൻ, ഒരു 75,000 രൂപ ശമ്പളം അടുത്ത ലെവലിലേക്ക് പോകണം, കുറച്ച് കാശ് വരണം എന്ന് ആഗ്രഹിക്കുന്നതോട് നിങ്ങൾ പോയിട്ട് ഇത് ഒരു മാസത്തെ പൈസ അല്ലേ ഉള്ളൂ അത് വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഓക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ കസ്റ്റമറെ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്റെ ഭാഷ പറഞ്ഞ ആളറിഞ്ഞ് കളിക്കണം എന്നാ ഞാൻ പറയാം. ആളറിഞ്ഞ് നിങ്ങൾ പ്രോസ്പെക്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഷ്ലി അശോകിന് 60 സെയ്ദ് ഖാന്റെ പ്രായത്തിലുള്ള ഒരാൾ ഇംഗ്ലീഷ് സ്റ്റുഡന്റ് ആയിട്ട് എന്നെങ്കിലും വന്നു എന്ന് പറഞ്ഞിട്ട് ആഷ്ലി അശോകനെ ഒക്കെ ആ തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ആരും വരാൻ പോകില്ല. കാരണം എന്താ, സെയ്ദ് ഖാൻ വിചാരിക്കും ഇനിയിപ്പോ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇപ്പൊ എന്തിനാ നമ്മുടെ വീട്ടിൽ നാട്ടിൽ ജീവിച്ചു പോകണം. എന്നാൽ അത് 20 വയസ്സ് 22 വയസ്സുള്ളവന് കൊടുത്തു കഴിഞ്ഞാൽ അവനത് പഠിക്കാൻ താല്പര്യമുണ്ട്. കാരണം അവന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അറിയില്ല, അവന് മുന്നോട്ട് പോകാൻ അറിയില്ല, അവൻ എന്താ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടെന്ന് അറിയില്ല, കോൺഫിഡൻസ് ഇല്ല, അവിടെ ഗുണപ്പെടും. അല്ലെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞ ഇപ്പൊ ജുഹൈനയുടെ ഒക്കെ പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 30-35 വയസ്സ് അടുത്ത ലെവലിലേക്ക് പോകണം, ഭർത്താവിന്റെ ഒപ്പം ഗൾഫിലേക്ക് പോകണം, അല്ലെങ്കിൽ UK പോകണം ഭർത്താവിന്റെ ഒപ്പം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിക്കുന്നവർ ഇംഗ്ലീഷ് പഠിക്കാൻ വരും. എന്റെ പോയിന്റ് ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ പ്രോസ്പെക്ടിങ് വളരെ ചെറിയ കണ്ടന്റ് ആണ് പറയാൻ, പക്ഷെ ഇതൊരു വലിയ ആക്ടിവിറ്റിയാണ്. പല രീതിയിലുള്ള കണ്ടന്റ് എന്താ പറയാ ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കണ്ടന്റുകൾ നിങ്ങൾക്ക് മീൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ സാധാരണ ഇതിൽ എന്തൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മളിപ്പോ ഏറ്റവും രീതിയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള പേര്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ പല തരത്തിലുണ്ട്. ഇപ്പൊ മൊബൈലില് പരസ്യം വരുന്നതുണ്ട്, നേരിട്ട് പൈസ കൊടുത്ത് നമ്മുടെ കസ്റ്റമറെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിനോട് അല്ലെങ്കിൽ മെറ്റയോട് പറയുകയാണ് എനിക്ക് വേണ്ടത് 40 വയസ്സിനും 60 വയസ്സിനിടയിലുള്ള ആളെയാണ് വേണ്ടത്, ഈ നാട്ടുകാരനെയാണ്, ഇന്ന നാട്ടുകാരെ, ഇപ്പൊ തൃശ്ശൂരത്തെ ആളുകളെയാണ് എനിക്ക് വേണ്ടത്, ആണുങ്ങളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവരെ മാത്രം ഈ പരസ്യം കാണിക്കും. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് അപ്ലൈ ചെയ്യാം, അവരെ വന്ന് എടുക്കാം, അങ്ങനെ എടുക്കാം. എന്നാൽ ചില ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്താ ചെയ്യണം അറിയോ? എനിക്ക് 20 വയസ്സുള്ള കസ്റ്റമറും ഉണ്ട്, 60 വയസ്സുള്ള കസ്റ്റമറും ഉണ്ട്, അങ്ങോട്ട് ഇടും. അപ്പൊ പലതരത്തിലുള്ള ആൾക്കാർ വരും, ഇവരൊന്നും പ്രോസ്പെക്റ്റോ ലീഡോ ആവണമെന്നില്ല. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ ഇപ്പൊ എന്താ പറയാ ഓർഗാനിക് ലീഡ് എന്ന് പറയും. എന്താണ്? നമ്മൾ വീഡിയോസ് ഇട്ട്, ഇപ്പൊ ആഷ്ലിയുടെ സ്വന്തം വീഡിയോസ് ഇട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വല്ലപ്പോഴും കാണുന്ന ആളുകൾ വന്ന് കൊളുത്തും. ഒരു വട്ടം ആഷ്ലിയുടെ റീല് കണ്ടാൽ പിന്നെ അവൻ വീണ്ടും വീണ്ടും ആഷ്ലിയുടെ റീല് കാണും. അപ്പൊ മനസ്സിലാവും ഈ ലേഡിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, പഠിപ്പിക്കാൻ അറിയുന്ന ആളാണ്, ഒന്ന് അന്വേഷിച്ച് വെക്കാം എന്ന് പറയും. ഞാൻ ഈ വീഡിയോ ഓണാക്കി വെച്ചാൽ ആഷ്ലി ആവണ്ടോ ഞാൻ പറഞ്ഞു, ഇനി അടുത്ത മനോജേട്ടനാവും. എനിക്ക് ചക്കപ്പൊടി ഇംഗ്ലീഷും മറ്റേ ജുഹൈനന്റെ കച്ചവടം കമറിന്റെ കച്ചവടം എന്താ കാരണം അറിയോ? ഇവിടെ വിചാരിക്കണ്ടോ ഇവരുടെ പേര് മാത്രം എന്താ പറയണത്? നിങ്ങൾ വീഡിയോ ഓണാക്കാത്തോണ്ടാന്നേ. നിങ്ങൾ വീഡിയോ ഓണാക്കിയിട്ട് വാ, നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ തരാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കസ്റ്റമറെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരാണ് വാങ്ങേണ്ടത് അവർക്ക് അനുസരിച്ചിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കണം. അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രൊമോട്ട് ചെയ്യണം. അതിന് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റി ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ, എന്തൊക്കെ നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യണമെന്ന് ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാ. ഒന്ന് പറഞ്ഞു തരപ്പാ, ആരെങ്കിലൊക്കെ പറഞ്ഞതാ. എന്താ ചോദിനാ? പറ കേൾക്കില്ല. ആദ്യം എന്റെ മൈക്ക് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഹെഡ്സെറ്റ് വാങ്ങിയിട്ട് അതിന്റെ ബാക്കി ഇട്ടെന്നാ മതി. അല്ലാത്രേ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നല്ല മൈക്ക് വാങ്ങിക്കണം. നിങ്ങളൊക്കെ പടം എന്റെ മൈക്ക് ഞാൻ 3,500-4,000 രൂപയ്ക്ക് ഒന്ന് വാങ്ങി, അത് കഴിഞ്ഞിട്ട് അത് പോരാ പറഞ്ഞിട്ട് വേറെ 4,000 രൂപ എടുത്ത് വേറെ വാങ്ങി. ഇതാ പോവുകയും ചെയ്തു, നെറ്റും പോയി. പറയടാ. വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാം, വാട്സപ്പില് ഇതേപോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ജി പറയണത് ഒന്ന് പകുതി കേൾക്കണം. എനിക്ക് നെറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമുക്ക് പിന്നെ ക്ലിയർ ആയില്ല. മാർക്കറ്റിംഗിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ചെലവ് കുറഞ്ഞ വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വാട്സപ്പാണ്. നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമറെ കണ്ടുപിടിച്ച് അവർക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അയക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ടിട്ട് ഒരു കാര്യമില്ല, അവൻ കാണില്ല. എന്റെ ചോദ്യം എത്രയാണ്? ഇവിടെ ഇരിക്കുന്ന ഒരാളാരെയും നമുക്ക് പുറത്ത് മറ്റേ വീഡിയോ ഓണാക്കാത്ത ആരെങ്കിലും പിടിക്കാം. നമുക്ക് ബേസിൽ തോമസിനെ പിടിക്കാം. ബേസിലിന്റെ ഫോട്ടോ കൊള്ളാം. ബേസിലിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ഓക്കെ, മെസ്സേജ് വരുന്നു, ഒരു പിക്ചർ വരുന്നു. ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾ എന്നെങ്കിലും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ മുൻകൈ എടുത്തിട്ടുണ്ടോ? ബേസിൽ ഇവിടെ ഉണ്ടോ?
നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉത്തരം പറയുമോ? ആരെങ്കിലും ഫോട്ടോ കണ്ടിട്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുണ്ടോ? ബേസിൽ പറയും. ഫോട്ടോ കണ്ടിട്ട് വാങ്ങിയിട്ടില്ല. ഇല്ല. അതെന്താ കാരണം എന്നറിയോ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഹുക്ക് ഉണ്ടാവണം. ഹുക്ക്. എന്താ ഈ ഹുക്ക്? നമുക്കൊരു സാധനത്തിനെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിനെ അതെന്താണെന്ന് ചുരുക്കത്തിൽ അറിയാൻ താല്പര്യം ഉണ്ടാവും. ചുരുക്കത്തിൽ അറിയാൻ. അതിനാണ് ഈ പോസ്റ്റർ. ഓക്കെ, ചുരുക്കത്തിൽ അറിയാൻ. രണ്ടാമത് നമുക്ക് അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ഈ പോസ്റ്ററിന്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടന്റ് ഇല്ലേ, ഒരു കണ്ടന്റ് അയക്കണം. ഇപ്പൊ ഞാൻ അയക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ കണ്ടന്റ് വരുന്നത് കണ്ടിട്ടുണ്ടോ? അതിൽ ഒരു കണ്ടന്റ് ഉണ്ടാവും. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇന്ന് പ്രോസ്പെക്ടിങ് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ വന്നു. എന്റേതല്ല, എന്റെ ഫിഗർ, ഏറ്റവും നല്ല ഫോട്ടോ കിട്ടിയിട്ട് ഞാൻ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അയക്കും. അതിന്റെ താഴെ ഒരു കണ്ടന്റ് വരും. എന്താണ് ഈ പ്രോസ്പെക്ടിങ് കസ്റ്റമർ എന്ന് പറഞ്ഞാലിരിക്കുന്നത്? ഇത് രണ്ടും കൂടെ ഉണ്ടാവും. എന്നിട്ട് അവസാനം ഉണ്ടാവും ജോയിൻ ചെയ്യുക രാത്രി 9 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഹുക്കിംഗ് പോയിന്റ് ഉണ്ടാവും. ഹുക്കിംഗ് പോയിന്റ് യൂഷ്വലി ഞാൻ കൊടുക്കുക, എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് റിപ്ലൈ യെസ്. ഇത് കാണുമ്പോൾ താല്പര്യമുള്ളവൻ യെസ് പറയും, അല്ലാത്തവൻ ചിലപ്പോൾ നോ പറയും, ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. അപ്പൊ താല്പര്യമില്ലാത്തവനെ അവിടെ തന്നെ നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജോയിൻ ദിസ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ അവൻ എന്ത് ചെയ്യും? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവൻ ആരാ? നമ്മുടെ ലീഡ് ആവാൻ പറ്റുന്നവനാ ആണോ? അവനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും. അപ്പൊ വാട്സപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോസ്പെക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പോസ്റ്റർ, അതിന്റെ അടിയിൽ ഒരു കണ്ടന്റ്, ഒരു ഹുക്കിംഗ് പോയിന്റ്. ഇപ്പൊ കമറുദ്ദീൻ പുതിയൊരു മൊബൈൽ വന്നിരിക്കുക. ആ മൊബൈലിന്റെ ഒരു പോസ്റ്റർ, ഓക്കെ, അത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ. അതിന്റെ ഒപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പഴയ ഫോൺ മാറ്റി പുതിയത് എടുക്കാനുള്ള സംഭവം, ടെക്നോളജിക്ക് അനുസരിച്ച് മാറാനുള്ള സംഭവം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കണ്ടന്റ് ഇടുക. എന്നിട്ട് അതിന്റെ അടിയിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ബൈ ദിസ് പ്രൊഡക്റ്റ് പ്ലീസ് റിപ്ലൈ യെസ്. നമ്മൾ അറിയണ 1000 പേർക്ക് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 പേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ യെസ് പറഞ്ഞാൽ നമുക്ക് അവരെ പിച്ച് ചെയ്യാലോ. ഇനി പിച്ച് അവൻ ചിലപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മൈൻഡേ ചെയ്യില്ല. സാധാരണ ഒരു മെസ്സേജ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അപ്പൊ എപ്പോഴും നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത്, വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത്, പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്. മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കി നോക്ക്. നമ്പർ 1. ഇനി ഇതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്നറിയോ? നിങ്ങളുടെ വാട്സപ്പ് ഡി പി, എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്ന വാട്സപ്പിലെ ഡി പി എന്താണ്? ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ പിക്ചർ, അതായത് കൊടുക്കുന്ന പ്രൊഫൈൽ ഫോട്ടോ. വാട്സപ്പിലെ പ്രൊഫൈൽ ഫോട്ടോ എന്താണ്? ചിലരുടേത് പൂമ്പാറ്റയാണ്, ചിലരുടേത് ശ്രീകൃഷ്ണനാണ്, ചിലരുടേത് യേശുക്രിസ്തു ആണ്, ചിലരുടേത് വേറെ എന്തെങ്കിലുമൊക്കെ ആണ്, ചിലരുടേത് എന്തെങ്കിലുമൊക്കെ മറ്റേ വാചകങ്ങളാണ്, വാക്കുകളാണ്. ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ഞാൻ പലരുടെയും കണ്ടത്. അതല്ലെങ്കിൽ ഗ്രൂപ്പും തുറന്നു നോക്കിയേക്ക്, ഷോപ്പ് നെയിമിന്റെ പിക്ചറാണ്, ലോഗോ ആണ്, അല്ലെ? ഇനി കമറുദ്ദീനോട് ഞാൻ തിരിച്ചൊരു ചോദ്യം. റിലയൻസ് ജിയോന്റെ ഫോട്ടോ ഉള്ള ഒരു വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് വരാണ്, ഹലോ ഹൗ ആർ യു. കമറുദ്ദീൻ റിപ്ലൈ ചെയ്യുമോ? ചോദ്യം മനസ്സിലായോ? കമറുദ്ദീൻ റിപ്ലൈ ചെയ്യുമോ? ചാൻസ് കുറവാ. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയും അവൻ ചെയ്യുന്നൊക്കെ പറയാം. പക്ഷെ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് ലോഗോയിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ടിരിക്കുന്ന പിക്ചർ, ലോഗോ പിക്ചർ, കമ്പനിയുടെ ഷോപ്പിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളതെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജിന് റിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമുക്ക് ഉറപ്പില്ല അപ്പുറത്തുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത്. നമുക്ക് ഉറപ്പില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ കൂടി, ഈവൻ നല്ല ലീഡായിട്ടുള്ള ആളാണെങ്കിൽ കൂടി അയാൾ റിപ്ലൈ ചെയ്യണമെന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല ഫോട്ടോയും നിങ്ങളുടെ കമ്പനിയുടെ പേരും കൂടി വെച്ചിട്ട്, ഇനി വേണ്ട നിങ്ങളുടെ ഫോട്ടോ മാത്രം വെച്ചാൽ മതി, നല്ലൊരു സ്റ്റാൻഡേർഡ് നല്ല ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ഹലോ ഹൗ ആർ യു എന്നൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ റിപ്ലൈ ചെയ്തിരിക്കും. ഹലോ ഹായ് ഹൗ ആർ യു ചോദിച്ചിരിക്കും. ചെയ്യുമോ? ബിസിനസ്സിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു അബദ്ധം, എസ്പെഷ്യലി വാട്സപ്പ് മാർക്കറ്റിംഗ് നടത്തുന്നവർ ചെയ്യുന്ന ഒരു അബദ്ധമാണ്, അവനവന്റെ ഡിസ്പ്ലേ പിക്ചറിൽ ഡി പിയിൽ ലോഗോ കയറ്റി വെക്കുക, അല്ലെങ്കിൽ പൂമ്പാറ്റ, നായക്കുട്ടി, പല്ലി, പാമ്പ്, പഴുതാര തുടങ്ങിയ സാധനങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ്, വിഡ്ഢിത്തരമാണ്. ഞാൻ പറയുന്ന ഈ കാര്യത്തിൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ പറയണ പരിപാടി ഞാൻ നടത്താം. നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നല്ലൊരു ഫോട്ടോ വെച്ച്
ആ ഫോട്ടോയിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്താൽ ഡെഫിനറ്റ്ലി, അത് ഇനി വേറൊരു കാര്യം പറയട്ടെ, അപ്പുറത്തുള്ള നമ്പർ സേവ് ചെയ്താലേ എന്റെ DP കാണൂ, അങ്ങനത്തെ സെറ്റപ്പ് അല്ല. കോമൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെസ്പോൺസ് വരും. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. അപ്പൊ ചിലർ ഇവിടെ പറയും എന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അത് ദുരുപയോഗം ചെയ്യും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അത് എനിക്ക് താല്പര്യമില്ല, നാട്ടുകാർ കാണുന്നത് എന്റെ മുഖം കാണുന്നത് നന്നല്ല, അല്ലെങ്കിൽ അത് മോർഫ് ചെയ്യപ്പെടും എന്നൊക്കെ പറയും. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒരാളുടെ DP എടുത്തിട്ടൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു നോക്ക്. ബുദ്ധിമുട്ടാണ്. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ DP വെക്കുന്ന സ്റ്റൈലിൽ വാട്സപ്പിന് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇങ്ങ് വെച്ചാൽ മതി. ഇപ്പോ ഇതൊക്കെ സാറ് നമ്മൾ പറഞ്ഞത് ചോദിക്കാം. സാറ് പറഞ്ഞത് നമ്മളെ ബിസിനസ് വാട്സപ്പില് നമ്മളെ ഫോട്ടോ വെക്കണം എന്നുള്ളതാണോ അപ്പൊ ഉദ്ദേശിച്ചത്? അത്രേ ഉള്ളൂ. ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നോക്കി നോക്ക്, മാറ്റം വരുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന വാട്സപ്പ് ഉണ്ടല്ലോ, ഉം. അതില് നിങ്ങളുടെ ഫോട്ടോ വെച്ച് നോക്ക്. അല്ല, ഞാൻ അയക്കുന്ന ആളുടെ ഫോട്ടോ വെച്ച് നോക്ക്. ഇപ്പൊ നിങ്ങൾ തന്നെ അയക്കണമെന്നില്ല, ഇപ്പൊ നിങ്ങളുടെ സ്റ്റാഫ് ആയിരിക്കും അയക്കേണ്ടത്. ആരയക്കുന്ന വെച്ചാൽ അവന്റെ ഫോട്ടോ വെച്ച് നോക്ക്. നിങ്ങളുടെ എംപ്ലോയീസിനോട് നിർബന്ധമായിട്ടും പറഞ്ഞണം അവരുടെ ഫോട്ടോ വെക്കാൻ പറയണം. ഞാൻ പറയുന്നു 50%, അതായത് ഇപ്പോൾ അതിനെക്കാട്ടും 50% അബവ് നിങ്ങൾക്ക് കൺവേർഷൻ ഉണ്ടാവും. ഐ എം ഡാം ഷുവർ ഓൺ ദാറ്റ്. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന എല്ലാ കമ്പനികളിലും ഞാൻ ആദ്യം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്, യു ചേഞ്ച് യുവർ DP എന്നുള്ളതാണ്. കാരണം വാട്സപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ മാർഗം ഇപ്പോഴത്തെ രീതി. അതിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. അതൊരു വലിയ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡാണ്. പ്രോസ്പെക്റ്റിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ചേഞ്ച് വരുന്നുള്ളത് അനുഭവ സാക്ഷ്യം. ഇല്ല ജുഹൈന, മാറ്റം വന്നില്ലേ? ഉണ്ടാ പണ്ട AJS ഫാഷൻ വെച്ചിരുന്ന സാധനത്തിൽ ഇപ്പോ ജുഹൈനയുടെ ചിരിക്കണ ഫോട്ടോ വെച്ചപ്പോ അനക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ജുഹൈന, ഇപ്പൊ മറ്റേ മലപ്പുറത്തെ ടിപ്പിക്കൽ ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അനക്ക് അത് വെച്ചത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ വരെ? ഇല്ല. ഇനിയിപ്പോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആഷ്ലിക്കൊക്കെ വരണ പോലെ ചിലപ്പോൾ ചില ചെക്കന്മാർ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് മെസ്സേജ് ഒക്കെ അയക്കും. അവരോട് നോ പറയാനും കൂടി പഠിക്കണം. നോ പറയാൻ സാർ അതും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ. ചില കോഴികൾ അവിടെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, ഗിരിരാജൻ കോഴികൾ. അവരോട് നോ പറയാൻ പഠിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കാൻ പോകരുത്. അല്ലെങ്കിൽ അയ്യോ ഇവന്മാര് മെസ്സേജ് അയച്ചു. എല്ലാരും പ്രോസ്പെക്ട് ചെയ്തോണ്ടിരിക്കുക, അവനും പ്രോസ്പെക്ടിങ് ആണ്. തടയോ നോക്കുകയാണ്. അവനും പ്രോസ്പെക്ടിങ് ആണ്. നിങ്ങൾ കസ്റ്റമർ ആവണ്ട, നിങ്ങൾ അവിടെ പ്രോസ്പെക്ട് പോലും ആവണ്ട, ഒഴിവാക്കിയത്. റഷീദ് പറയും. അതൊരു മാർക്കറ്റിംഗ് ആണ് അവരുടെ. അത് മാർക്കറ്റിംഗ് ആണ് പക്ക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഈ പെണ്ണ് കാണലുണ്ടല്ലോ, അതൊരു മാർക്കറ്റിംഗ് ആണ്. ഞാൻ അങ്ങനെ പറയും. എന്താ മാർക്കറ്റ്? പ്രൊഡക്റ്റ് പ്രസന്റേഷനാ. ചെക്കൻ വരുന്നു, കാണാൻ വരുന്നു, അവന്റെ മുന്നിൽ പെണ്ണിനെ ഇരുത്തുന്നു. പെണ്ണ് മറ്റേ ചായ കൊടുന്ന് കൊടുക്കുമ്പോൾ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾക്ക് കാലിന് പ്രശ്നമില്ല, കയ്യിന് പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല, കാണാൻ മുഖം ഓക്കെയാണ്. മറ്റേ 360 വ്യൂ കിട്ടുകയാണ് ചായ കൊടുന്ന് കൊടുത്ത് തിരിച്ചു പോകുമ്പോ. പ്രൊഡക്റ്റ് പ്രസന്റേഷനാ, മാർക്കറ്റിംഗാ. ഇതൊക്കെ പറഞ്ഞ എന്നെ ചിലപ്പോ അപ്പുറത്ത് കിട്ടിയാൽ ഓടിച്ചിട്ട് അടിക്കാനുള്ള ചില ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. ചിലപ്പോ സദാചാരമായിട്ടൊക്കെ പറയുന്നവര്. ഞാൻ പറയും അത് വേറെ കാര്യം. സീരിയസ്ലി എവിടെ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ കാര്യം പറ്റ റഷീദ്, ഒന്നും കൂടി പറയാം ഇതിന്റെ പുറത്ത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താ? കരയാണ് അല്ലെ? എന്തിനാ കരയണേ? വേദനിച്ചിട്ടാ? അല്ല, അവന് പാലിന് വേണ്ടിയിട്ടാ കരയണത്. അവന് വിശക്കുന്നുണ്ട്, പാലിന് വേണ്ടിയിട്ടാ കരയുന്നത്. അത് മാർക്കറ്റിംഗ് അല്ലേ? അവൻ കരഞ്ഞില്ലെങ്കിൽ അവന്റെ അമ്മ കൊടുക്കുവോ പാല്? കരയാത്ത കുഞ്ഞിന് എപ്പോഴേലും നിങ്ങൾ പാല് കൊടുത്ത ശീലണ്ടാ? കരയണ കുഞ്ഞിനല്ലേ കൊടുത്തിട്ടുള്ളൂ. അത് മാർക്കറ്റിംഗ് ആണ്. ഈസ് കോളിംഗ് യു, കം ഐ നീഡ് മിൽക്ക്. സോ എവറിത്തിങ് ഈസ് മാർക്കറ്റിംഗ്. എവറിത്തിങ്. ഈ പരിപാടി ഞാൻ ചെയ്യണത് മാർക്കറ്റിംഗ് ആണ്. ഞാൻ എന്നെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ തല, എന്റെ ഫിഗർ, ഫോട്ടോ മാത്രമല്ല, വീഡിയോ, ക്ലാസ്, 1 മണിക്കൂർ, 2 മണിക്കൂർ. ഇനി അതല്ല, എന്റെ കഴിവുകൾ മുഴുവൻ ഞാൻ കാണിക്കണു. കഴിവുള്ള ആളാണെന്ന് കാണിക്കുകയാണ് ഞാൻ. മാർക്കറ്റിംഗ്. ഞാൻ നിങ്ങളോട് വീഡിയോ ഓണാക്കാൻ പറയണെന്തിനാ? നിങ്ങളെ 10 ആള് കാണട്ടെ. നാളെ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവര് കസ്റ്റമർ ആയിട്ട് കിട്ടും. BNI പോലുള്ള നെറ്റ്വർക്കിംഗ് സിസ്റ്റം എന്തിനാ? കസ്റ്റമർ ഉണ്ടാക്കാൻ, അല്ലാണ്ട് അങ്ങോട്ടും കൂടി കണ്ട് കഥ പറയാനാ അല്ല. ജുഹൈനയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് എത്ര പേര് ഓർഡർ വന്നിട്ടുണ്ട്? ഓള് കൊടുക്കൂല, അത് വേറെ കാര്യം. നവീൻ കേട്ട് കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലിന്നെ. സാർ അത് ഓർഡർ കഴിഞ്ഞ് സ്റ്റോക്ക് ഔട്ട് ആയി എന്നൊക്കെ പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. എത്ര ഓർഡർ വന്നിട്ടുണ്ട്?
ഒക്കെ കസ്റ്റമറാണ്. നമ്മൾ ജുഹൈന രാവിലെ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് ഗുഡ് മോർണിംഗ് സാർ അല്ലെങ്കിൽ വന്നിട്ട് പറഞ്ഞിട്ട് സംസാരിക്കുന്നത് കൊണ്ട് അത് കിട്ടുന്നത്. എന്നാൽ ഇതുവരെ മുഖം കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പൊ സൂരജിനെ എല്ലാവരും അറിയാം. സൂരജിന്റെ അനിയൻ അർജുനും ഞങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അവനെ ആരും അറിയില്ല, കാരണം അവൻ വീഡിയോ ഓണാക്കില്ല. ഇനിയിപ്പോ നാളെ ചിലപ്പോ നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മളെ മനസ്സിലാവണ്ട, എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം നാട്ടിലെ ഉത്സവത്തിനാണ് ഞാൻ ഏറ്റവും വലിയ, ഒരു വർഷത്തിൽ 3 ദിവസമാണ് എന്റെ കൂതറ, അതായത് ഞാൻ താഴത്ത് ഏറ്റവും എന്റെ മറ്റേ ലുങ്കി എടുത്തുള്ള മറ്റേ രൂപമായിരിക്കും. ആ രൂപത്തിൽ ഒരാൾ വന്നിട്ട് എന്നെ പരിചയപ്പെട്ട്, ശ്രീ സാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സാറ് ക്ലാസ് വീഡിയോ ഒക്കെ കാണാറ് സെറ്റ് ആട്ടോ എന്നൊക്കെ. എനിക്കിത് മനസ്സിലാവില്ല, ഞാൻ നിന്ന് അന്തം വിടുകയാണ്. കാരണം പുള്ളി എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, പുള്ളി വീഡിയോ ഓണാക്കില്ല, പിന്നെ ഞാൻ എങ്ങനെ പുള്ളി അറിയണത്? നാളെ കമറുദ്ദീനെ ചിലപ്പോൾ എവിടെയും വെച്ച് കണ്ടാൽ ഞാൻ അറിയാം, ആ കമറുദ്ദീൻ സാറേന്ന് വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ആ കമറുദ്ദീൻ എന്താ പറയുമെന്ന് പറയും. മറിച്ചോ വേറെ ആൾക്കാർ ഇവിടെ ഇപ്പൊ സരിനെ അറിയണ്ടോ? ഇവിടെ ആരാ ഉള്ളത്? വിനോദ് കുമാർ. സത്യം പറഞ്ഞ വിനോദ് ആദ്യത്തെ ദിവസം തല കാണിച്ചായിരുന്നു, മുഖം എപ്പോഴും ക്ലിയർ അല്ല. നാളെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല, സത്യമായിട്ട് മനസ്സിലാവില്ല. ഇറ്റ്സ് എ മാർക്കറ്റിംഗ് ഡിയർ. എല്ലാവരും നിങ്ങളുടെ മുഖം കാണിക്കണം, നിങ്ങളെ കാണിക്കണം. ബിസിനസ്സുകാർ, അതാ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞത്, യു ഹാവ് ടു ഷോ യുവർ ഫേസ്. എന്തിനാ? നിങ്ങളെ ആളുകൾ വിശ്വസിക്കുന്നത്. നിങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങുന്നത്. ഈ കസ്റ്റമർക്ക് 3 കാര്യങ്ങളാണ് ഇഷ്ടാവുക. ഒന്നില്ലെങ്കിൽ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ വിൽക്കുന്നെങ്കിലും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാരറിയോ? നിങ്ങളെയാണ്. എത്ര പേര് ഞാനാണ് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അറിയോ? അല്ലെങ്കിൽ ഞാനൊരു ഓഫ്ലൈൻ ട്രെയിനിങ് വെക്കുന്നതുകൊണ്ട്. ജൂലൈയിൽ നമ്മുടെ പബ്ലിക് പ്രോഗ്രാം വരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. ബിസിനസ്സിൽ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാനായ ഒറ്റ കാരണം കൊണ്ട് രജിസ്റ്റർ ചെയ്യുക ആൾക്കാർ, എനിക്കറിയാം. രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്, എനിക്ക് വരുന്നുണ്ട്. മറ്റുള്ള ബുദ്ധിമുട്ടുള്ള സിന്ധുലതയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. 9 മണി കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ആ സിന്ധുലത രാവിലെ 5:30 മണിക്ക് 6 മണിക്ക് ട്രെയിനും പിടിച്ച് വന്നിട്ടുണ്ട്. ജുഹൈന ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അടുത്ത പരിപാടിക്ക് ജുഹൈന വരുന്നത് എനിക്കറിയാം. ഓൺലി ബിക്കോസ് ഓഫ് മീ. അതുകൊണ്ടാ പറഞ്ഞത് ഷോ യുവർ ഫേസ്. അപ്പോ മാർക്കറ്റിംഗ് അങ്ങനെയാണ്. കഥ പറഞ്ഞ് 10:15 നാളെ തൊട്ട് 8:45 വന്ന തുടങ്ങിയാലോ നമുക്ക്? ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇഫ് യു ആർ ഡൂയിങ് പ്രോസ്പെക്ടിങ് എവറി ഡേ, യു വിൽ ബി ഹാവിംഗ് റിസൾട്ട്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പ്രോസ്പെക്ടിങ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും റിസൾട്ട്, ഞാൻ ഗ്യാരണ്ടി. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പ്രോസ്പെക്ടിങ് ആണ്, മാർക്കറ്റിംഗ് ആണ്. അത് ചെയ്തേ പറ്റൂ. അതിന് കാശിറക്കാതിരിക്കുന്ന എല്ലാ ബിസിനസ്സുകാരെയും എനിക്ക് നിങ്ങളുടെ മുഖത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് നാശത്തിലേക്ക് അങ്ങടെ പോക്ക്. മറ്റേ നെടുപൊടി വേണ് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് മാർക്കറ്റിംഗ്. ജുഹൈന എന്നെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ പ്രോസ്പെക്ടിങ്, അത് എവറി ഡേ, എന്നെങ്കിലും മറ്റേ ആഴ്ചയിൽ സംക്രാന്തിക്കും മറ്റൊന്നല്ല, എവറി ഡേ ചെയ്യണം. എന്നോട് പറഞ്ഞില്ലേ ആൾക്കാർ പറയേണ്ടത്, ഭ്രാന്താണോ 21 ദിവസം ക്ലാസ് കൊടുക്കാൻ? ഇറ്റ്സ് പ്യുവർ മാർക്കറ്റിംഗ് മാൻ. എൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ആളുകളെ എൻ്റെ മുഖം ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുക. വരൂ എൻ്റെ. ഇന്നിപ്പോ എനിക്ക് 3-4 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, സാറിന്റെ ഫീസ് എത്രയാ, സാർ എന്തൊക്കെ ട്രെയിനിങ് എടുക്കുന്നത്, സാർ അടുത്ത ട്രെയിനിങ് എവിടെ വെച്ചിട്ടാ, സാർ ആ പരിപാടി എന്താ സാറേ, സാറുടെ വാട്സപ്പിൽ ഞാൻ മറ്റേ എന്താ പറയാ സംബന്ധം ലോഗോ അല്ലേ എന്താ പറയാ ആ പോസ്റ്റർ കണ്ടു, അതെന്താ സാർ അത് എന്നൊക്കെ ചോദിച്ചാൽ എത്ര പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാട്ടോ, എനിക്ക് മെസ്സേജ് വന്നാൽ ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആരും എൻ്റെ കസ്റ്റമർ ആവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ എല്ലാ പ്രോസ്പെക്റ്റിങ്ങിന് പറ്റിയ ആളുകളാണെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്തിരിക്കും. അത് ഡാം ഷുവർ. സോ ഇതാണ് ഇന്നത്തേക്കുള്ള മരുന്ന്. കഴിച്ചു എന്ന് വിചാരിക്കുന്നു, കിട്ടിയെന്ന് വിചാരിക്കുന്നു, റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ആർക്കെങ്കിലൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞേ. കമോൺ. എന്നും പറയുന്നവരല്ലാണ്ട് ആരെങ്കിലൊക്കെ ഒന്ന് വന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഞാൻ സത്യമായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ 21 ദിവസത്തെ ക്ലാസ്സുകൾ
ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ വീഡിയോ ഓണാക്കാതിരിക്കുന്നത്. സാധാരണ രീതിയിൽ ആളുകൾ ഓണാക്കിയിരുന്ന് കാണുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10:15 ഇത് കഴിഞ്ഞ് എനിക്ക് നാളത്തേക്കുള്ള ക്ലാസ്സിന് പ്രിപ്പയർ ആവുന്നുണ്ട്. നാളെ 6 മണിക്ക് ഞാൻ കിടക്കുമ്പോൾ 12 മണി 12:30 മണി വരെ. രാവിലെ 4:45 ഞാൻ വീണ്ടും എഴുന്നേക്കും. ക്ലാസ് 6 മണിക്ക് എടുക്കും. 8 മണിക്ക് ഓൾറെഡി മീറ്റിംഗ്, 9 മണിക്ക് മീറ്റിംഗ്, 10:30 മണിക്ക് മീറ്റിംഗ്, നാളെ വൈകുന്നേരം 2 മണിക്ക് മീറ്റിംഗ്. അത് കഴിഞ്ഞ് രാത്രി വൈകുന്നേരമാണ് പിന്നെ നാളത്തേക്കുള്ള ക്ലാസ് റെഡിയാക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 9 മണിക്ക് മീറ്റിംഗ്. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്? ഐ ആം ഡൂയിങ് മാർക്കറ്റിംഗ് ഹിയർ സീരിയസ്ലി. ഐ ഹാവ് ടു ഇംപ്രൂവ് പ്രോസ്പെക്ടിങ്. ഡെയിലി ചെയ്യണം ഷിബു, നിർബന്ധമായിട്ടും ചെയ്യണം ഷിബു. നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. റിസൾട്ട് വന്നിരിക്കും. ആൾക്കാർ വെറുതെ വന്ന് വാങ്ങിയിട്ട് പോകും. ഇറങ്ങാണ്, അല്പം ഡിസ്കഷൻ ഉണ്ട്. തലയ്ക്ക് ചൂടായി സൂരജിന്. ഡിസ്കഷൻ പട്ടാളത്തിൽ ഇരുന്നിട്ട് പട്ടാളത്തിനും മറ്റേ പാകിസ്ഥാനിലേക്ക് വെടിവെക്കണതിനെ കുറിച്ചിട്ടല്ല ഡിസ്കഷൻ. നാട്ടിലെ അമ്മയും അനിയനും കൂടി നടത്തുന്ന കച്ചവടത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻ. സൂരജ് ബേസിക്കലി പട്ടാളക്കാരനാട്ടോ, ജവാനാണ്, ജവാൻ. അപ്പൊ എങ്ങനെയാ, ചോദ്യങ്ങൾ വരട്ടെ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടടോ. എന്താണ്, യു ഗൈസ് ആർ നോട്ട് യൂസിങ് മൈ ടൈം. എന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അക്ഷയ് ചാറ്റിൽ വന്നിട്ട് ഗ്രേറ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കണം, അപ്പൊ ഞാൻ അംഗീകരിക്കും. അല്ല പിന്നെ എന്നാ വരട്ടെ. ഷംജിത്ത് പറയും. ഷംജിത്തിന് ഞാൻ ഏതോ ഒരു ബംഗ്ലാവിന്റെ, മറ്റേ ഡ്രാക്കുളുടെ ബംഗ്ലാവിന്റെ മുമ്പിൽ ഇരിക്കണ പോലെ ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സരിന് ബിസിനസ് തുടങ്ങാനുള്ള സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? സരിൻ സത്യൻ, കണ്ണൂർ. വേർപെടുന്നുണ്ട്. പിന്നെ അതുപോലെ അല്ല, ക്ലാസ് ബെനിഫിറ്റ് തന്നെയാണ്. ബെനിഫിറ്റ് ആണ്. അതെ. പിന്നെ അതുപോലെ സാർ ഇങ്ങനെ പറഞ്ഞില്ലേ, അതായത് മാർക്കറ്റിങ്ങിന്റെ അത് ബ്രെയിൻ ടു ബ്രെയിൻ ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ. പേടി മാറ്റുന്ന എന്തിനാ? വിശ്വാസം ഉണ്ടാക്കുന്ന എന്തിനാ? ഇമോഷൻസ് ഉണ്ടാക്കുന്ന എന്തിനാ? സാധനം വാങ്ങാൻ. അതില് സാർ ഉദ്ദേശിച്ച എല്ലാ പോയിന്റ്സും ഇതിൽ വന്നിട്ടുണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഉദ്ദേശിച്ച പോയിന്റ് എല്ലാം വന്നിട്ടുണ്ടെന്നോ? അല്ല, ഇനി പോയിന്റ്സ് വരാനുണ്ടോന്ന് ചോദിച്ചു. പോയിന്റുകൾ ഇനി വരാനുണ്ട്. നാളെ നമുക്ക് വീണ്ടും പ്രോസ്പെക്ടിങ്ങിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ ഇന്നിപ്പോ വാട്സപ്പ് മാത്രമല്ല സംസാരിച്ചു, ഇനിയുണ്ട് നമുക്ക് ഒരേ പാടുണ്ട്. ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് റെഫറൽ മാർക്കറ്റിംഗ്. നാളെ നമുക്ക് സംസാരിക്കാം. റെഫറൻസ് പവർഫുൾ സാധനമാണ്. ഏറ്റവും കൂടുതൽ കൺവേർഷൻ വരുന്നത് റെഫറൽ മാർക്കറ്റിങ്ങിലാണ്. അത് കുറെ കാര്യങ്ങളുണ്ട്. മാർക്കറ്റിംഗിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം. നമുക്ക് ചെലവില്ലാതെ ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന, എന്താ പറയുക, കുറെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രോസ്പെക്ടിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ പൈസ ഇട്ടിട്ട് എല്ലാവരും വിചാരം എന്താ പറയുക, മാർക്കറ്റിംഗിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന്. പൈസ ഇടണമെന്നല്ല, നിങ്ങളുടെ ബിസിനസ് വളരുന്തോറും പൈസ ഇടണം. പക്ഷെ ഇതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ ഡെയിലി ഒരു മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഉദാഹരണം, ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു മാർക്കറ്റിംഗ് ആ ബേസിക്കലി. അതൊരു പ്രസന്റേഷൻ, ഒരു പ്രോസ്പെക്ടിംഗ് ആ ബേസിക്കലി. യെസ് ഷിബു ഭായ്. നമസ്കാരം. ഒരുമിച്ച് പഠിച്ചതൊക്കെ ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, അതൊന്ന് റിവൈൻഡ് ചെയ്യാൻ കൂടിയല്ലേ? യെസ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈയിടെയായിട്ട് പ്രോസ്പെക്ടിങ് കുറച്ച് കുറഞ്ഞിരിക്കുന്നു, പല കാര്യങ്ങളിലും പുറകെ പോയിട്ട്. അത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മൾ പല പ്രശ്നങ്ങളിലും പെട്ടിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന സാധനമാണ് മാർക്കറ്റിംഗ്. അതെ. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് വന്നത്. എന്റെ മക്കളെല്ലാം നാട്ടിലാണ്, പാലക്കാടാണ്. പല ആളുകളും ചോദിക്കുന്ന കാര്യമുണ്ട്, മക്കളെ കൊണ്ടുപോയിക്കൂടെ, മക്കളെ അടുത്ത് നിർത്തിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് വന്നൂടെ, നിനക്ക് എവിടെ വന്നിട്ട് ക്ലാസ് എടുക്കാലോ എന്നൊക്കെ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മോർണിംഗ് സമയത്താണ്. രാവിലെ 6 മണി തൊട്ടിട്ട് ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഒരു 9, 10, 10:30 മണി, 11 മണി വരെയൊക്കെ ഞാൻ ഇരുന്നിട്ട് മാർക്കറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് എൻ്റെ മക്കൾ സ്കൂളിൽ പോകാനും അവിടെ ഭാര്യയായിട്ട് ഇടി നടന്നുകൊണ്ടിരിക്കുക, വീട്ടുകാരായിട്ട് ഇടി നടന്നുകൊണ്ടിരിക്കുക, സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂഷ്വലി ബാംഗ്ലൂർ. പിന്നെ അവൈലബിലിറ്റി നമ്മൾ
മാക്സിമം കുറച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് എന്താ അറിയോ, നമുക്ക് ഞാൻ പോകുന്ന സമയത്ത്, നാട്ടിൽ പോകുന്ന സമയത്ത് ഫുൾ ടൈം അവർക്ക് അങ്ങ് കൊടുക്കും. അവരുടെ ടൈമാണ്, അവർക്ക് എന്നെ എങ്ങനെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇത് ഇതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ അവിടെ നാട്ടിൽ നിന്നിരുന്ന സമയത്ത് എന്റെ മാർക്കറ്റ്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം കുറച്ച് ദിവസങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നാട്ടിൽ നിൽക്കേണ്ടി വന്നു. എന്റെ മാർക്കറ്റിംഗ് കുറഞ്ഞു ബേസിക്കലി. അതിന്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോഴല്ല, ഇപ്പോഴാ. കഴിഞ്ഞ മാസം ചെയ്യാത്തതിന്റെ റിസൾട്ട് ഇപ്പോഴാ വരിക. ചെയ്യാത്തതിന്റെ റിസൾട്ടും ചെയ്തതിന്റെ റിസൾട്ടും 30 ദിവസം പിടിക്കും മിനിമം. അതാണ് സംഭവം. ഓക്കെ, ഇനിയിപ്പോ വേറെ ഒന്നുമില്ലല്ലോ. കമറുദ്ദീൻ, അനീഷ്, റഷീദിനെ ഞാൻ പരിചയപ്പെട്ടില്ലത് വരെ. റഷീദ് എന്താ പരിപാടി, എന്താ? ഞാൻ മൊബൈൽ ആക്സസറീസിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട്. അത് ചൈനയിലാണ്. നമുക്കവിടെ 12ഓളം സ്റ്റാഫുകളുണ്ട് ചൈനയിൽ. അപ്പോ മെയിനായിട്ട് നമ്മൾ ഇവിടെ സൗദി അതേപോലെ തന്നെ ഒമാനിലൊക്കെയാണ് സെയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 വർഷമായി നമ്മുടെ ഈ മൊബൈൽ ആക്സസറീസിന്റെ. ഇപ്പൊ സൗദിയിലാണോ? ഞാനിപ്പോ ഉള്ളത് നാട്ടിലാണ്. നമ്മുടെ 2 പാർട്ണർമാരുണ്ട്. ഒരാള് ഒമാനില്, വേറൊരാള് സൗദിയിലാണ് ഉള്ളത്. നമ്മുടെ മൊബൈൽ ആക്സസറീസ് മാത്രമല്ല, ഇപ്പോ അതിന്റെ വേറൊരു ഇതിലും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി എന്താ പറയാ, ഈ ഹോം അപ്ലയൻസുകളൊക്കെ ബിസിനസ് ഒക്കെ എങ്ങനെ സിസ്റ്റമൈസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോ സൗദി അതേപോലെ തന്നെ ഒമാനൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ വന്ന സമയത്ത് കുറച്ച് ഡിഫറെന്റ് ആണ്. നേരത്തെ പോലെയല്ല. അവിടുത്തെ മാർക്കറ്റിംഗ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, സൗദി അതേപോലത്തെ ഒമാനൊക്കെ. പക്ഷേ മെയിനായിട്ട് നമുക്ക് ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിംഗിന്റെ മൊത്തത്തില് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു പ്രയാസമാണ്. അപ്പോ സാറിന്റെ ക്ലാസ് വാട്സപ്പിൽ ഇങ്ങനെ നിരന്തരം മെസ്സേജുകൾ വന്ന് ഞാൻ ഇന്നാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. അപ്പോ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോ കുറെ സംഗതികൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ സാറിന്റെ അടുത്ത് കിട്ടാനുണ്ട്. കുറെ സംഗതികൾ ഉണ്ട്. അങ്ങോട്ട് എടുത്തോളൂ. ഓക്കെ, താങ്ക് യു. നാട്ടിലെവിടെ റഷീദ്? നാട്ടില് ഞാൻ മലപ്പുറത്താണ്. മലപ്പുറം കോട്ടക്കൽ ഭാഗത്താണ് വീട്. കോഴിക്കോട് ക്ലയൻസ് ഉണ്ടല്ലോ. ഞാൻ നിൽക്കുന്നത് കോഴിക്കോടാണ് താമസം. നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ കിൻഫ്രയിലാണ് വരുന്നത്. കാക്കഞ്ചേരി കിൻഫ്ര. അതിന് തൊട്ടടുത്ത് തന്നെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്രൊഡക്ഷൻ ഒക്കെ അവിടെയാണ് അല്ലേ? പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ നമ്മൾ വരുന്നത്, ഇന്ത്യയിൽ നമുക്ക് ഡൽഹിയിലാണ് പ്രൊഡക്ഷൻ വരുന്നത്. ഇവിടെ അതെ, നമുക്ക് ഇവിടെ ഒരു ടീമായിട്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മുടെ എയർ കൂളർ ഒക്കെ ഇവിടുന്ന് കയറി പോകുന്നുണ്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന്. നമ്മുടെ വോൾട്ടാസ് കമ്പനിയുണ്ട്, അവരുടെ അതേ സെയിം പ്രൊഡക്റ്റിന് അവിടെ നമ്മുടെ വേറൊരു പേരില് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പോർട്ടിംഗ് ഉണ്ടോ? അതോ എക്സ്പോർട്ടിംഗ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, എയർ കൂളർ മാത്രം. ശരി. ഓക്കെ, താങ്ക് യു. സോ അപ്പൊ കാണാം നാളെ എന്തായാലും 9 മണിക്ക് വരിക. എല്ലാവരും കയറുക, കാണാം കേട്ടോ. അതുവരേക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.